ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. താങ്ക് യു സോ മച്ച്. ബാക്കി എല്ലാവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഐത മാം. ഓക്കെ, 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 താങ്ക് യു. അപ്പോ അഗെയിൻ വി ആർ ഓൺ എ ബ്യൂട്ടിഫുൾ ടോപ്പിക്, റൈറ്റ്? എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പവർഫുൾ ആയിട്ടാണോ സെഷനിൽ എത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് പറയൂ. ഒരാളൊന്ന് പറഞ്ഞേ. ആര് പറയും? ഹൗ വാസ് യുവർ ഡേ ടുഡേ? അങ്ങനെ Alhamdulillah, great day. ഗ്രേറ്റ്. ഓ, താങ്ക് ഗോഡ്. ഞാൻ വിചാരിച്ചു എല്ലാവരും ഉണ്ടാവും എന്ത് ദിവസം എന്ന് പറയാൻ പോവായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫസീല മാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഫ്രീ സെഷനുമായിട്ടാണ്. ഇത് നമ്മളുടെ ട്രെയിനീസ്, നമ്മളുടെ കഴിഞ്ഞ ബാച്ചിലെ ട്രെയിനി ആയ നമ്മുടെ അർഷിത മാം, അവരുടെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായി നടക്കുന്ന വെബിനാറാണിത്. അവരൊരു ബ്യൂട്ടിഫുൾ ടോപ്പിക്, അതായത് എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും വീട് വൃത്തിയാക്കാൻ അറിയാം, കാറ് വൃത്തിയാക്കാൻ അറിയാം, അതൊക്കെ അറിയാം. അല്ലെങ്കിൽ ഡീക്ലട്ടർ ചെയ്യാനൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ അൾമാറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ അർഷിത മാം വന്നിരിക്കുന്നത് അതൊക്കെ അവിടെ കേക്ക്. ഫസ്റ്റ്, ഡീക്ലട്ടർ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും അതിമനോഹരമായ സെഷൻ തന്നെ ഇന്ന് കിട്ടുമെന്ന്. അപ്പൊ എല്ലാവരും, മാക്സിമം എല്ലാവരും വരൂല എന്ന് എനിക്ക് ഉറപ്പാണ്. മാക്സിമം എല്ലാവരും വീഡിയോയിൽ വന്നിട്ട് നമ്മളുടെ ട്രെയിനിങ് ഇത്ര സൂപ്പർ കാണില്ലേ, എത്ര സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്കുള്ള എല്ലാ പവറും നിങ്ങൾ കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. എല്ലാവരും വീഡിയോയിലേക്ക് വരാം. അതിമനോഹരമായ ടോപ്പിക്കാണ്. ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. ഓവർ ടു യു അർഷിത. Thank you, Laila ma'am. Thank you so much for the introduction. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഐ ഹോപ്പ് കാണുന്നുണ്ട്. വരുന്നുണ്ട്, മാം കാണുന്നില്ല? യെസ് യെസ് യെസ്. ഓക്കെ. യെസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളുടെയൊക്കെ ഹൃദയം ഉണ്ടാവും. ആ ഹൃദയം എപ്പോഴും പ്രശ്നങ്ങളും വേദനകളും കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല, മറിച്ച് ഒരുപാട് സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ നിറഞ്ഞൊഴുകേണ്ട ഒരു പൂമുട്ടാവേണ്ടതാണ്. ഹായ് മൈസ്, മൈ നെയിം ഈസ് അർഷിത. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് സ്റ്റൈൽ ട്രെയിനറാണ്, അതുപോലെ തന്നെ വിക്ടോറിയ ട്രെയിനിങ് ഹബിലെ ട്രെയിനിങ് കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോ കമ്മിങ് ടു ദ ടോപ്പിക്. നിങ്ങൾ പലരും ഇപ്പൊ കാണുന്നുണ്ടാവാം, ചിലര് പോസ്റ്ററിൽ കണ്ടവരുണ്ടാവാം, അല്ലെ? എന്താണ് ടോപ്പിക്ക്? ഡീക്ലട്ടർ യുവർ ഹേർട്ട്, അല്ലെ? എന്താണ് ഡീക്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു മിനിറ്റ്, സോറി, അതിന് മുന്നേ ഒരു മിനിറ്റ് അർഷിത. എനിക്ക് ഓക്കെ, തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അർഷിത ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു. ഇപ്പൊ ക്ലിയർ ആണോ? ആ, ഇപ്പൊ ഓക്കെ. ഓക്കെ, അപ്പോ എന്നെ കാണാത്തതിൽ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നാം. സോറി ലാസ്റ്റ് ഫോർ ദാറ്റ്. ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് കാണാം നെറ്റ്വർക്ക്. കേട്ടോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഓക്കെ. ഷുവർ ഷുവർ. അപ്പോ അതിന് മുന്നേ, സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എത്ര പേര് റെഡിയാണ് ടു ലൈറ്റൻ അപ്പ് യുവർ ഹേർട്ട്? നിങ്ങളെ ഹൃദയത്തെ ഒന്ന് പ്രകാശപൂരിതമാക്കാൻ, അല്ലെങ്കിൽ ഹൃദയത്തെ ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരാൻ വേണ്ടി. നമുക്കറിയാം, നമ്മൾ ഓരോ പ്രശ്നങ്ങളിലും ഓരോ ദിവസം ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോ എത്ര പേര് റെഡിയാണ്? ഒരു ഹേർട്ട് കമന്റ് ചെയ്തേ, ഞാൻ നോക്കട്ടെ എത്ര പേര് റെഡിയാണ്.
നമ്മുടെ സെഷൻ ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, എനക്ക് മാത്രമേ ഇതിൽ നിന്നൊരു ഉപകാരം ഉണ്ടാവും. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു ഇമ്പാക്റ്റ് ആണ്. അത് ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹാർട്ട് കമന്റ് ചെയ്തേ. ഞാൻ ഒന്നും കാണുന്നില്ല, ആരും ഇല്ല എന്ന് തോന്നുന്നു. ഇല്ല അർഷി, അത് വരുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് യു ആർ നോട്ട് സീയിങ്. ഓക്കെ ഓക്കെ. ചെയ്യുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതാ. കുഴപ്പമില്ല, ഒരുപാട് പേര് സെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം. ഡീക്ലട്ടർ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡീക്ലട്ടർ, നമ്മുടെ വീട് ഡീക്ലട്ടർ ചെയ്യുക അല്ലേ? എന്താണ് ഡീക്ലട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ക്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അലങ്കോലമാക്കുക അല്ലെ? ഡീക്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ആവശ്യമുള്ളതിന് മാത്രം വെച്ചാൽ മതി വീട്ടില്, ബാക്കിയുള്ള എല്ലാം അങ്ങ് ഒഴിവാക്കണം അല്ലെ? അതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക. ഓക്കെ ആണോ? അപ്പോ ഇവിടെ ഈ ടോപ്പിക്ക് കണ്ടു വന്നവരുണ്ടാവും. അപ്പൊ ചിലവരുണ്ടാവും പോസ്റ്ററിൽ കൊള്ളാല ടോപ്പിക്ക്, അപ്പൊ എന്നാ ഞാനും കയറാം, അങ്ങനെ വന്നവരുണ്ടാവും. അപ്പം ഈ സെഷനിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് എന്നൊന്ന് ചെറുങ്ങനെ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പല ഉദ്ദേശം ഉണ്ടാവും. ഓ, ഡീക്ലട്ടർ യുവർ ഹേർട്ട് എന്നാൽ കേൾക്കുമ്പോൾ നമ്മളേക്കും എന്റെ ഹൃദയം ഫുള്ള് ശരിയാക്കി കൊണ്ടുപോയോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പം നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണ് ഇതിലേക്ക് കയറിയതെന്ന് ഒരാൾക്ക് കമന്റ് ചെയ്തിടാൻ പറ്റുമോ? സിമ്പിൾ വേർഡിലായാലും നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങ് കയറി വന്നതാണെങ്കിൽ ഓക്കെ ഫൈൻ, അങ്ങനെയും വരാലോ. നമുക്ക് ഒരുപാട് സാഹചര്യം ഉണ്ടല്ലോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ചാറ്റ്, ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഹാപ്പിനെസ് ബിക്കോസ് ഓഫ് ദ ടോപ്പിക്. അതാണ് ഞാൻ ചോദിച്ചത്. ടോപ്പിക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടോപ്പിക് ഓക്കെയാണ്, നമ്മൾ ഡിക്ലെയർ യുവർ ഹെഡ്. അപ്പോൾ അതിന് എന്ത് ശരിയാവുന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് അതും അറിയണമല്ലോ, നിങ്ങൾക്ക് അത് കിട്ടണമല്ലോ അല്ലേ? നമുക്ക് ഈ ടോപ്പിക് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണ്ടേ? അപ്പൊ അത് മൈൻഡ്, ഹാപ്പി മൈൻഡ്. ഓക്കെ, ദെൻ നിങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് നമ്മൾ ചാടിക്കയറി ഇതിലേക്ക് കയറാൻ വേണ്ടി ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ചേഞ്ച് ആവാൻ. ഓക്കെ, ക്ലിയർ ഹേർട്ട്. ഓക്കെ, വെരി ഗുഡ്. ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ലൈഫ്, വണ്ടർഫുൾ. ഓക്കെ, പ്യൂരിറ്റി. നല്ല റെസ്പോണ്ടന്റ് കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പ്ലീസ് സമാധാനം ഉണ്ടാവാൻ. ഓക്കെ, ഡെഫിനറ്റ്ലി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ സെഷൻ കഴിയുന്നതോട് കൂടി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും, ഞാൻ പറഞ്ഞു തരുമൊന്നും ചെയ്യില്ല. അതായത് എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം കിടക്കുന്നത് ഉള്ളത് ഈ സെഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. Declutter your heart, let go of emotion baggage and find inner peace. അപ്പോ നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടൊക്കെ അക്ഷരത്തിൽ കാണാം ഇമോഷണൽ ബാഗേജ് എന്നുള്ള സംഭവം. അതായത് നമ്മൾ ഹേർട്ട് ഡീക്ലട്ടർ ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ഡീക്ലട്ടർ ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷൻസിനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് ഇമോഷണൽ ബാഗേജ് ഉണ്ട്. ആ ഇമോഷണൽ ബാഗേജ് പറഞ്ഞാൽ ഇങ്ങനെ കൂടിക്കിടക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്ക് പലർക്കും അത് മനസ്സിലാവില്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അത്തരത്തിലുള്ള ഇമോഷണൽ ബാഗേജിനെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട്
നമ്മളെ ഹേർട്ടിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമാധാനം എല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളത് കാണാത്തോണ്ടാണ്, നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാത്തോണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, അപ്പോ ഉം, അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. കുറച്ചും കൂടി നമ്മൾ ഡീപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ചെറിയൊരു ബ്രേക്ക് ഇല്ല മാം. വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, പോകെ പോകെ ശരിയാവും ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ, ഞാൻ ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ. ഇമോഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം എടുത്ത് നമ്മൾ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് ഹാപ്പിനെസ് ഉണ്ടാവാം, നമുക്ക് ദേഷ്യങ്ങൾ വരാം, സങ്കടങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൾക്കുള്ള വേദനകൾ നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ ഉള്ളിൽ നിന്ന്, അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പോയതിന്റെ വിഷമങ്ങൾ ഉണ്ടാവാം, നമ്മൾ ചില എന്താ പറയാ ഗിൽട്ട് ഫീൽ എന്നെല്ലാം പറയില്ലേ, നമ്മളോട് തന്നെ ചില ഗിൽട്ട് ഫീലൊക്കെ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഇമോഷൻ ഏതാണ്? അതായത് ഹാപ്പിനെസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ടൈമല്ല, മറിച്ച് ബാക്കിയുള്ള ഇമോഷൻസിനെ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കടന്നു പോകാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഇമോഷൻ ഏതാ? ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിൽ ഏത് നിങ്ങൾക്ക് എടുക്കാം. റിസൾട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയാൽ നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ, അവർ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന വേദനകൾ. ഇപ്പം ഒരാൾക്ക് വ്യത്യസ്തമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ റിസൾട്ട്മെന്റ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരാൾ എന്നെ വേദനിപ്പിച്ചെന്ന് പുറത്തേക്ക് വരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുപോലെ ഗ്രീഫ്, എൻ്റെ ചുറ്റുപാടിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടമാവുമ്പോൾ ഉണ്ടാകുന്ന അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറേ ടൈം എടുക്കും. അതാണ് വേറെ പ്രശ്നം. അപ്പം റിസെന്റ്മെന്റും ഗ്രീഫും ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഏതാണ് ഒന്ന് പറഞ്ഞേ, നോക്കട്ടെ. കമന്റ് ചെയ്യട്ടോ, ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടാ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഗിൽട്ട്, ഫിയർ. ഓക്കെ, ഗിൽട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ, റെസൻമെന്റ് ആൻഡ് ഗിൽട്ട്, ഫിയർ, ഗിൽട്ട്, റെസൻമെന്റ്. ഓരോരുത്തർ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്യുക. Okay. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കുറച്ച് നമ്മുടെ ഉള്ളിൽ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞു അല്ലെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇമോഷണൽ ക്ലട്ടർ. ക്ലട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, അലങ്കോലമാക്കുക എന്നുള്ളൊരു സംഭവമാണ് ക്ലട്ടർ. അപ്പം ഇമോഷണൽ ക്ലട്ടർ എന്താണെന്നാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കിയാലോ, ഇമോഷണൽ ക്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളുടെ ഉള്ളില് സോൾവ് ചെയ്യപ്പെടാത്ത ചില ഫീലിങ്സ് ഉണ്ടാവും. അതായത് സത്യം പറഞ്ഞാല് നമുക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ഇതാണ് എൻ്റെ പ്രശ്നം എന്ന്. നമ്മളിങ്ങനെ ഒച്ചപ്പാടാക്കി പ്രശ്നം പ്രശ്നം പ്രോബ്ലം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ലാണ്ട് നമ്മൾ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നില്ല വാട്ട് ഈസ് മൈ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യൂല. അതുപോലെ തന്നെയാണ് ടോക്സിക് തോട്ട്സ്. നമുക്ക് ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഒരു ദിവസം ഇത്രത്തോളം തോട്ട്സ്, എത്ര ആയിരത്തോളം തോട്ട്സ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് എന്നാണ് പറയുന്നത്. മാം, ഞാൻ മൊബൈലിൽ ജോയിൻ ചെയ്യണോ? മൊബൈൽ ജോയിൻ ചെയ്തോ, ബെറ്റർ നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ ഓക്കെ, സോറി ഫോർ ദ മൊമെന്റ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ക്ലട്ടർ എന്താന്ന് പിടികിട്ടിയോ? ക്ലട്ടറും ഡീക്ലട്ടറൊക്കെ എന്താന്ന് പിടികിട്ടിയോ? ഇല്ല മാം. ഇല്ല. ക്ലട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് അടുക്കി പെറുക്കിയിട്ടൊക്കെ വെക്കും സാധനങ്ങള്, പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവും. നമ്മൾ അളുമറയിലൊക്കെ നമ്മൾ പറയില്ല, നമ്മളെ കബേർഡിലൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ മടക്കി വെക്കും, നല്ല നീറ്റായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കും. സഡൻലി ഏതെങ്കിലും ഒരു സാധനം എടുക്കുമ്പോഴേക്കും അലങ്കോലായിട്ടുണ്ടാവും. അപ്പൊ അലങ്കോലമായ സിറ്റുവേഷനെയാണ് നമ്മൾ ക്ലട്ടർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഓർഡർ ഇല്ലാത്ത ഒരു അവസ്ഥ.
ഓക്കെ, അതായത് നമ്മളെ ജീവിതത്തിൽ ഒരു ഓർഡർ ഇല്ലായ്മ വിസേ ആസ് ക്ലട്ടർ. അപ്പൊ അത് ബേസിക്കലി നമ്മൾ എല്ലാം ഒരു ഓർഗനൈസ്ഡ് രൂപത്തിലേക്ക് ആക്കുമ്പോഴാണ് അത് ഡീ ക്ലട്ടർ ആവുന്നത്. ഓക്കെ, അപ്പോ ഡീ ക്ലട്ടർ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ഹൃദയത്തെയും നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറച്ച് അതിനെ ഒരു അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് സിമ്പിളായി ഹമ്പിളായി അതിനെ വേറെ ലെവലിലേക്ക് പീസ്ഫുൾ ആക്കി മാറ്റുക. ഇവിടെ ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ പോസ്റ്റർ കണ്ടപ്പോൾ ഇതൊക്കെയാണ് വിചാരിച്ചത്. അതൊക്കെ കറക്റ്റ് ആണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ പോയത് പെർഫെക്റ്റ് ആണ് അതൊക്കെ. ഓക്കെ, അർഷിത ഇസ് ബാക്ക്. ഓക്കെ അല്ലേ? ഇപ്പം കേൾക്കുന്നില്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ കോ ഹോസ്റ്റ് ആക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഓക്കെ. നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്സ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ച് നമുക്ക് ഉണ്ടാവും കേട്ടോ. ആൻഡ് അർഷിത ബീങ് അവർ ഫസ്റ്റ് അല്ലെ, ഇന്ന് ഫസ്റ്റ് സെഷൻ എടുക്കുമ്പോൾ തന്നെ ഇത് സംഭവിച്ചിട്ടും കാണുന്നില്ല. ഷീസ് കൂൾ. ഞാൻ നോക്കട്ടെ, കുഴപ്പമില്ല. സി ദാറ്റ്സ് വാട്ട് വി വാണ്ട്. കാരണം ഇതൊരു നോർമൽ തിങ് ആണ്. നെറ്റ്വർക്ക് ഏത് സമയത്ത് എന്തും കളിക്കാം. വി കാൺ ഡു എനിത്തിങ്. ഇറ്റ്സ് ഓക്കെ. ഷെയർ ചെയ്ത് നോക്കിയേ. ഓക്കെ. ഒന്ന് മാക്സിമൈസ്. യെസ്. ഒരു മിനിറ്റ്. കുഴപ്പമില്ല. ഓക്കെ, യു മേ നോ പ്രോബ്ലം ഹർഷി. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. മൊബൈൽ അല്ലേ ഇത്? ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്. സ്ലൈഡ് ഓക്കെയാണ്. ഓക്കെയാണ്. ഇത് ഇപ്പൊ കറക്റ്റാ? കാണുന്നുണ്ട്. ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. സ്ലൈഡിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഐ മീൻ മൊബൈലിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. താങ്ക് യു സോ മച്ച് ഷീബ മാം. ഈ ഹാർട്ടൊക്കെയാണ് നമ്മുടെ അർഷിത മാമിന്റെ പവർ അല്ലേ? താങ്ക് യു സോ മച്ച്. യെസ്, സത്തേ വന്നിരിക്കുന്നു. സൂപ്പറായി അല്ലേ? എല്ലാരും ഹാപ്പി ആയില്ലേ? എന്നെ കാണുന്നില്ല. ഇല്ല, അർഷിനെ കാണുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ ഓഫ് ആയിരിക്കും. ഓക്കെ. ഓക്കെ. ഇപ്പോ നോ, കാണുന്നില്ല. ഇല്ല. ഓക്കെ, ഇത് തൽക്കാലം ക്ലാസ് കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആണ്. ക്യാമറയിലേക്ക് തിരിച്ചു വരാം. ക്ലാസ് കഴിയട്ടെ. നോ ഇഷ്യൂസ്. ഓക്കെ. ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇമോഷണൽ ക്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി ചിന്തിക്കാം. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇമോഷണൽ ക്ലട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ സോൾവ് പരിഹരിക്കപ്പെടാത്ത ചില ഫീലിങ്സ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഒരു ദിവസം എടുക്കുക. ആ ദിവസത്തിൽ എത്രത്തോളം നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾ തന്നെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന, വളരെയധികം സങ്കടപ്പെടുന്ന എത്ര തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സോൾവ് ചെയ്യപ്പെടാത്ത ചില ഫീലിങ്സ് ഉണ്ടാവും, സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ ചില ചിന്തകൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ശേഖരണമാണ് ഇമോഷണൽ ക്ലട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഇമോഷൻ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലും മനസ്സിലായിട്ടാ ചിന്തിക്കണ്ട. ഇപ്പൊ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് നല്ലതായിട്ടാണോ തോന്നുന്നത്? പറഞ്ഞേ. യെസ് ഓർ നോ? നോ, ഡെഫിനറ്റ്ലി. അപ്പോ ഇത് നമ്മളുടെ മെന്റൽ സ്പേസ് ഉണ്ടല്ലോ, നമ്മളുടെ മൈൻഡിൽ ഒരു സ്പേസ് ഉണ്ട്. നമ്മളെ മൈൻഡിൽ ഇത് നല്ലതല്ല, ആ മെന്റൽ സ്പേസിന് നല്ലതല്ലാത്തൊരു സംഭവമാണ്.
അതുപോലെ തന്നെ ഈ ഇമോഷണൽ ക്ലട്ടർ ഉണ്ടാവും. കേൾക്കുമ്പോൾ നമുക്ക് വലിയ സംഭവമാക്കിയിട്ടെല്ലാം തോന്നും, പക്ഷെ സിമ്പിൾ സാധനമാണ്, ഞാൻ പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ സംഭവം, ഈ ഇമോഷണൽ ക്ലട്ടർ നമുക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു മൊമെന്റിൽ ജീവിക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റൂല. വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടാവും, ഹാപ്പി ആയിരിക്കും, എൻജോയ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ പാസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. പാസ്റ്റില് എന്നാലും അങ്ങനെ ചെയ്തില്ലേ, അവളെ എന്നെ അങ്ങനെ ചെയ്തില്ലേ, എനിക്ക് ഇങ്ങനെ സംഭവിച്ചില്ലേ, അങ്ങനെ ആയിരിക്കും നമ്മളെ ലൈഫ് ഉണ്ടാവുക. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഹാപ്പിനെസ്, നമുക്ക് സന്തോഷിക്കാൻ, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പലതും നടക്കുന്നുണ്ടാവും, പക്ഷെ ഒരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് എനർജി ഉണ്ടല്ലോ നമ്മളുടെ ബോഡിയിൽ, ആ എനർജി ശരിക്കും യൂസ് ചെയ്യേണ്ടത് ഒരു പർപ്പസിനാണ്. നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്, നമ്മളെ സമ്മതത്തോടു കൂടിയാണ് ലോകത്തേക്ക് വന്നത്, അല്ല. അപ്പം ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്കാണ് നമ്മൾക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എനർജി തന്നത്. അപ്പൊ ആ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലേക്കാ? ഈ പാസ്റ്റിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്കാ. അപ്പോ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലൈഫിന്റെ പർപ്പസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. ഓക്കെ. ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇമോഷണൽ ക്ലട്ടറിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതാണ് ഗ്രഡ്ജ്, പകയുണ്ടാവും. ചില വ്യക്തികളോട് നമുക്ക് പ്രത്യേക തരം ഒരു പക മനസ്സിൽ തന്നെ വെക്കുന്നുണ്ടാവും. എന്നാലും എന്നെ എങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ട് ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ആ വ്യക്തി ഒരു പ്രാവശ്യം നമ്മളോട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു 1000 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആരാ ശരിക്കും കുറ്റക്കാര്? നമ്മള് ആരാണ് കുറ്റക്കാര്? കമന്റ് ബോക്സിൽ നമ്മ- കമന്റ് ബിലോ. നമ്മൾ നമ്മള് തന്നെയാണ് കുറ്റക്കാരല്ലേ? ഒരു പ്രാവശ്യം ആ വ്യക്തി ചെയ്തിട്ടു, പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മളോട് ചെയ്തു, അല്ലേ? അതുപോലെ തന്നെയാണ് ഗിൽട്ട്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, മനുഷ്യന്മാരാണ്. നമ്മൾ ഓരോ പ്രായത്തിലും നമുക്ക് ഉണ്ടാകുന്ന വകതിരിവും ബുദ്ധിയും ഒക്കെ വ്യത്യസ്തമാണ്. നമ്മൾ ഓരോ പ്രായം കഴിയുന്നതോളം മെച്ചുവേർഡ് ആയി വരും. അപ്പോൾ ഓരോ പ്രായത്തിലും എന്ത് ചെയ്യും, പല തെറ്റുകളും നമുക്ക് സംഭവിക്കും. എന്ന് കരുതി നമ്മൾ എങ്ങനെയാ, ചില തെറ്റുകളൊക്കെ നമുക്ക് ആലോചിച്ച് നമ്മൾ ഇരുന്ന് ചിരിക്കും, എന്നാലും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് ആ പ്രായത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്തു പോകുന്നതാണ്, പക്ഷെ തെറ്റായി വരുന്നതാണ്. അതിൽ നമ്മൾ തന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ആയോണ്ടല്ലേ, അപ്പൊ നമ്മൾ തന്നെ നമ്മൾ ഡൗൺ ആക്കുകയാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി ആൻസൈറ്റി, ലോകത്ത് എന്തെല്ലോ നടക്കുന്നുണ്ടാവും. അതായത് ചില ബോംബാക്രമണം, അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത് ചില ആൾക്കാർ അറ്റാക്കായി മരിക്കുന്നുണ്ട്, അല്ലെ? അപ്പം ഇതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അല്ല, ആൻസൈറ്റി എന്ന് പറയാം. അതായത് ഭയങ്കര ഒരു ഇൻക്രീസ് ലെവലിലാണ് ഉള്ളത്. അപ്പൊ ഈ ടെൻഷൻ കയറി കയറി ആടെ എവിടെയോ, അത് ചിലപ്പം കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്താട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ വലിയ സംഭവമാക്കി നമ്മളുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് എനിക്ക് വന്നു എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ ചെറിയ തലവേദന എപ്പോഴും വരുന്ന പോലെ വരും, അയ്യോ ഇത് കൊറോണ ആണോ എന്നൊരു സംശയം ഇല്ല അല്ലെ, അങ്ങനെ പറയും. പിന്നെ ടെൻഷനായി, ഒന്നും പറയണ്ട, ഡോക്ടറെ അടുത്ത് പോക്കായി, ഒന്നും പറയണ്ട. ഇതാണ് നമ്മളുടെ റിച്വൽ. അതായത് ലോകത്ത് എന്തൊക്കെ നടക്കുമ്പോൾ അതേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അത് വരുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കാനുള്ള, നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. പകരം ആൻസൈറ്റി എടുക്കുക, അതിന് ടെൻഷൻ അടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഇമോഷണൽ ക്ലട്ടറിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. പിന്നെയാണ് പീപ്പിൾ പ്ലീസിങ് ഹാബിറ്റ്സ്. അതായത് നമ്മള് മനുഷ്യന്മാരാണ്, എല്ലാ ആൾക്കാരും കണക്റ്റഡ് ആണ്, അല്ലെ? നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരും, ഉറപ്പാണ്. എന്ന് കരുതി നമ്മളെ ഡൗൺ ആക്കിക്കൊണ്ട് നമ്മൾ ഒരാളെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലെ? നമ്മളൊരാളെ പ്ലീസ് ചെയ്യാന്ന് പറയാ, ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. നമ്മള് എനിക്കങ്ങനെ ചെയ്തയോ, നമ്മളിങ്ങനെ ഒരാളെ ഇട്ട് നമ്മളിങ്ങനെ പീപ്പിൾ പ്ലീസ് ചെയ്തോണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ വാല്യൂ ഉണ്ടോ? ഇല്ല. നമ്മള് വളരെ അങ്ങ് ഡിപ്പെൻഡ് ആയി പോവാണ്. പക്ഷെ നമ്മൾ കണക്റ്റഡ് ആണ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മൾ ആയിപ്പോകുന്നതിനാണ് പറയുന്നത്. ഓക്കെ.
ഈ എക്സാമ്പിൾ അവിടെ വെക്കട്ടെ. ഞാനൊരു സ്റ്റോറി ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ എനിക്ക് 10th പഠിക്കുമ്പോൾ, അതായത് 10th അല്ലെങ്കിൽ 7th ആ ഒരു പ്രായം. ആ അപ്പോൾ ആ പ്രായത്തില് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ആണ്, സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പൊ എൻ്റെ ആ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അത്രയും ട്രസ്റ്റ് കൊടുക്കുന്ന, ഞാൻ എന്തും ആ ഫ്രണ്ടിന് വേണ്ടി എന്തും മാറ്റിവെക്കാം. ഐ ആം റെഡി, അല്ലെ? അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അയാളുടെ തന്നെ സാഹചര്യം കൊണ്ട് പെട്ടെന്ന് നമ്മളുമായിട്ട് പിരിയേണ്ടി വരികയാണ്. അപ്പം നമ്മള് എന്താണ് കാരണം എന്ന് ചോദിക്കൂല, ഒന്നും ചോദിക്കില്ല. കാരണം നമ്മളോട് അങ്ങനെ ചെയ്തില്ലേ എന്ന് നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പോൾ അവിടെ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകും. ഭയങ്കര ഡൗൺ ആവും, ഡിപ്രസ്ഡ് ആവും, സങ്കടം, ദേഷ്യം ഒക്കെ. കാരണം അത്രയും വാല്യൂ കൊടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ നമുക്കത് താങ്ങാവുന്നതിലും അപ്പുറത്തായി മാറും, അല്ലെ? അപ്പൊ അത് അവിടെ കിടക്കട്ടെ, അത് സോൾവ് ചെയ്തിട്ടില്ല. അതായത് ആ വ്യക്തിയോട് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കുകയോ അത് പരിഹരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് സംഭവിച്ചു, രണ്ടുപേരും പിരിഞ്ഞു. ലേറ്റർ ഒരു 2, 3, 4, 5 വർഷങ്ങൾ കഴിയവേ നമ്മൾ ആ വ്യക്തിയെ കാണുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ആ സമയത്ത് നമുക്ക് എന്താണ് തോന്നുക? നിങ്ങൾക്ക് എന്താ തോന്നുക? കാരണം നമ്മുടെ ഉള്ളിൽ ആ ഇതെല്ലാം അങ്ങ് കിടക്കുന്നുണ്ട്. കുറെ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ ശേഷം ആ വ്യക്തിയെ ഒന്നും കൂടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സഹതാപം തോന്നുമോ, അതോ അന്ന് ഞാൻ കടന്നു പോയ ആ വിഷമങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമോ? എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ കാര്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? പറഞ്ഞേ. സഹതാപം തോന്നുമോ? അതായത് സോൾവ് ചെയ്തിട്ടില്ല, ആ വ്യക്തിയുമായിട്ടുണ്ടായ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടില്ല, ദേഷ്യവും സങ്കടം ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടെത്താൻ കുറെ വർഷങ്ങളുണ്ട്. പക്ഷെ ആ കണക്ഷൻ ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളതാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് വരിക. ആ പഴയത് മൊത്തം നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി വരും, അല്ലേ? എല്ലാ ദേഷ്യവും സങ്കടവും ഒന്നും പറയണ്ട. ഒരു എന്തെങ്കിലും കിട്ടാൻ അങ്ങ് കൊടുക്കാന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കില്ല. ചിലവര് എന്താണ്, പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ ഉള്ള ആൾക്കാർ വീണ്ടും പോകും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോ നമുക്ക് ആ ദേഷ്യം വരും. ഇവിടെ ഇതാണ് ഇമോഷൻ ക്ലട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സോൾവ് ചെയ്യപ്പെടാത്ത ചില ഫീലിങ്സ് അല്ലെങ്കിൽ ചില ചാക്കുകെട്ടുകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവൂല എന്ത്, എൻ്റെ ഉള്ളിൽ ഈ കിടക്കുന്ന ഈ സോൾവ് ചെയ്യപ്പെടാത്ത പ്രശ്നമാണ് എൻ്റെ പ്രശ്നം എന്ന് നമ്മൾ റിയലൈസ് ചെയ്യൂല. ആക്ച്വലി നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രശ്നം നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള ചില സോൾവ് ചെയ്യപ്പെടാത്ത ഇത്തരം ഫീലിങ്സും തോട്ട്സും അല്ലെങ്കിൽ ബാഗേജുകളുമാണ്. മനസ്സിലായോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്ലിയർ എന്നും ടൈപ്പ് ചെയ്യൂ. ക്ലിയർ അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാൻ റെഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ളത് എന്റെയും കൂടി ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മനസ്സിലായല്ലോ ഇമോഷണൽ ക്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം പിടികിട്ടിയല്ലോ. ഒന്നുമില്ല, അത് പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. സംഭവം നമുക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നത്തിന് കാരണക്കാർ ആര്. ഓക്കെ, ഉത്തരം കിട്ടിയല്ലോ. ഇനി നമ്മൾ ഞാൻ അതിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, സോൾവ് ചെയ്യപ്പെടാത്ത പ്രശ്നങ്ങൾ, ഫീലിങ്സ്, അല്ലെ? അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. അങ്ങനെയെങ്കിൽ ഈ ഇമോഷൻ ക്ലട്ടർ നമ്മളെ ഹൃദയത്തെ ഡീക്ലട്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സോൾവ് ചെയ്യപ്പെടാത്ത പ്രശ്നം സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ അതാണ് ഇനി അതല്ല കേട്ടോ പറയാൻ പോകുന്നത്. ഇനി ഞാൻ ഇത്
ക്യാരി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഈ ഇമോഷണൽ ക്ലട്ടർ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ആ കൊണ്ട് നടക്കുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഡ്രെയിൻ എനർജി. ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് ഒരു പർപ്പസിനാണ്. ആ പർപ്പസ് കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് പകരം എവിടെയോ കിടക്കുന്ന പാസ്റ്റിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളിലേക്ക് യൂസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. അപ്പം എനർജി ഡ്രെയിൻ ചെയ്യുന്നുള്ളത് ഒന്നാമത്തെ എന്താണ് ദൂഷ്യമാണ് ഇതിന്റെ. രണ്ടാമത് ക്ലൗഡ്സ് ഡിസിഷൻസ്. നിങ്ങൾ എത്ര നോക്കിക്കോളൂ, നിങ്ങൾ എല്ലാ ദിവസവും പ്രശ്നം സങ്കടം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിയാൽ അയാൾക്ക് ഡിസിഷൻ എടുക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതായത് എൻ്റെ ഉള്ളിൽ എന്നും ടെൻഷനും അത് ഞാൻ പേടിയായി മാറി. ഒരു പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ ഇതാണോ വേണ്ട അതാണോ വേണ്ട ഇതാണോ വേണ്ട അതാണോ വേണ്ട, അപ്പോൾ ഫുള്ള് അങ്ങനെ ക്ലട്ടേർഡ് ആവും, നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂല. ദെൻ ബ്ലോക്സ് ന്യൂ റിലേഷൻഷിപ്പ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്തിനാന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ടോ എന്തിനാന്ന് ഒരു പിടിയുള്ള വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടോളും. ഞാൻ ദേഷ്യപ്പെടാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആളിങ്ങനെ ദേഷ്യപ്പെടുകയാണെന്ന് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം പുറകിൽ തന്നെയാണ് റീസൺ. എന്ത്? നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് ചെറിയ ട്രിഗർ വരുമ്പോൾ അതങ്ങ് ഫുള്ള് പുറത്തു വരും. നമ്മളുടെ ഉള്ളിൽ എവിടെയുള്ള സാധനത്തിന് മെല്ലെ തോണ്ടുകയാണ്. ഹസ്ബൻഡ് വെറുതെ ഒന്ന് അതിന്റെ അരികെ പോയാൽ നമുക്ക് അങ്ങ് പൊട്ടിത്തെറിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അത് റിലേഷൻഷിപ്പിലല്ല, മക്കളുടെ കാര്യത്തിലായാലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാരൻസ്, ഇൻലോസ്, ആരുടെ കാര്യം എടുത്താലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്ടർ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡീക്ലട്ടർ ചെയ്യാന്ന് പറയുന്ന സംഭവമില്ലേ, ക്ലട്ടർ ഇല്ലേ, ഇമോഷണൽ ക്ലട്ടർ നമ്മൾ കൊണ്ടു നടക്കുന്ന ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം, കുറച്ച് വിഷം എടുത്ത് നമ്മൾ തന്നെ കഴിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ ചാവണമെന്ന് വിചാരിക്കും. അതായത് മറ്റുള്ള നമ്മളോട് ചെയ്ത ആള് മരിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോശം സംഭവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളാണ് വിഷം കഴിക്കുന്നത്. അപ്പൊ നമ്മളല്ലേ മരിക്കുള്ളൂ, അവര് മരിക്കുവോ? റെസ്പോണ്ട്. മരിക്കുവോ? ഇല്ല. ഇല്ല. യെസ്, നമ്മൾ വിഷം കഴിച്ചാൽ നമ്മളെ മരിക്കുള്ളൂ. അവര് മരിക്കണമെങ്കിൽ അവര് വിഷം കഴിക്കണം അല്ലേ? പക്ഷെ ഇത് നമ്മൾ അടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാവാണ്. അവർക്കൊന്നും സംഭവിക്കണില്ല. അവർ ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയി അവർ പറയേണ്ടതെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ആർക്കാണ്? നമുക്കാണ് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഫിസിക്കൽ സിംറ്റംസ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മള് ഒരുപാട് എന്താണ് ഫിസിക്കലായിട്ട് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. നമുക്ക് ഓർമ്മക്കുറവുണ്ടാവും, തലവേദന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, വയറിന് ഇഷ്യൂസ് ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാണ് ഞാൻ ഒരു കാര്യം പറയാം, ആ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കാതെ. ചിലവര് കുറേ ഡോക്ടറെ കാണിക്കും. എനിക്ക് പറയാം, ഞാൻ കാണിക്കാത്ത ഡോക്ടർ ഇല്ല. ഡോക്ടർ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ലാന്ന്, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ തലവേദന മാറുന്നില്ല, എൻ്റെ വയറുവേദന മാറുന്നില്ല, എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് അറിയോ? ഫിസിക്കൽ സിംറ്റംസ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രശ്നം നീങ്ങാതെ ഇതൊന്നും നിങ്ങൾക്ക് മാറൂല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നു എങ്ങനെയാണ് എൻ്റെ പ്രശ്നം വന്നത്, എവിടെ നിന്നാണ് വന്നത്. ചിലപ്പോൾ ഇത് പാരൻസിൽ നിന്ന് ഉണ്ടാവാട്ടോ. പാരൻസിൽ നിന്ന് ഉണ്ടാവുന്ന, അതായത് അവര് പാരന്റിങ്ങിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ ഈ ക്ലട്ടേഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണമാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇരുന്നിട്ടൊന്ന് പുറകോട്ട് പോകണം. അപ്പം ഇനി ഞാൻ പറയുന്നത് എന്തെന്നറിയോ, 5 സ്റ്റെപ്പ് ഡീക്ലട്ടറിംഗ് പ്രോസസ്. അതായത് സോൾവ് ചെയ്യപ്പെടാത്ത ആ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പൊ സോൾവ് ചെയ്തില്ല, സോൾവ് ചെയ്യേണ്ട പ്രോസസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ബെറ്റർ അത് ചെയ്ത് വെക്കുക. സോ ലേറ്റർ നിങ്ങൾ യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ഗെറ്റ് ദ റിസൾട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ പ്രോസസ്സ് ഒന്ന് വായിക്കാം. ഒന്നാമത്താണ് അക്നോളജ് ചെയ്യുക എന്നുള്ളത്. അടിയില്ല കേട്ടോ, അക്നോളജ് എന്നേ ഉള്ളൂ. അക്നോളജ് ചെയ്യുക, ദെൻ റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞ് മൂന്നാമത് ബൗണ്ടറീസ്, നാലാമത് റീഫ്രെയിം, ദെൻ ഫിഫ്ത്ത് വൺ ഫിൽ.
ഇനി നമുക്ക് ഓരോ പ്രോസസ്സും നോക്കാം. ഒന്നാമത്താണ് അക്നോളജ്. അക്നോളജ് ഇപ്പം പലരുടെ ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ സെഷനിൽ ഇരിക്കുന്ന പലരുടെ ഉള്ളിലും സംഭവിച്ചു കഴിഞ്ഞോ ഇല്ലയോ? നിങ്ങളുടെ ഉള്ളിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നോ ഇല്ലയോ? വന്നു. ആ നേരെ കിടക്കണ അപ്പൊ എന്തോ നമ്മളോടല്ല. ഓക്കെ. ഓക്കെ. അപ്പൊ അക്നോളജ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ സെഷനിൽ ഇരുന്നു, നിങ്ങൾ സെഷൻ കേട്ടു, നിങ്ങൾക്ക് ഏകദേശം ഒരു ബോധോദയം വന്നിട്ടുണ്ടാവും. ഇതാണ്, അപ്പൊ ഇതെല്ലാം എന്റെ പ്രശ്നമാണല്ലേ, അപ്പൊ ഈ പ്രശ്നമെല്ലാം ഇതുകൊണ്ടാണല്ലേ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി അത് വരാത്ത ആൾക്കാർക്കാണ് ഇത് പറയുന്നത്. നമുക്ക് ജേണൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഫീലിങ്സിനെ എഴുതി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജേണൽ. അപ്പോൾ എഴുതി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ പറയാൻ ആരുമില്ലെങ്കിൽ നമ്മൾ എഴുതി എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രോബ്ലത്തെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വിഷൻ ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി കിട്ടും നമ്മുടെ പ്രോബ്ലത്തിന്. അപ്പോൾ ജേർണലിംഗ് നല്ലൊരു മെത്തേഡാണ് ടു അക്നോളജ്. അതിന് ഉപയോഗിക്കുന്ന ഒരു വേറെ സംഭവമാണ് ജേർണൽ പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. അത് ജേർണൽ പ്രോംപ്റ്റ് പല തരത്തിലുണ്ട്, പല ആവശ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ തന്നിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പൊ സൂം ചെയ്ത് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇതിൽ കാണുന്ന ജേർണൽ പ്രോംപ്റ്റ് ഫോർ ഇമോഷണൽ റിലീസ് ആണ്. അതായത് ഈ ഓരോ ക്വസ്റ്റ്യൻ കണ്ടോ, ആ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾക്കൊരു ഒറ്റയ്ക്ക് ഇരിക്കുക, ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ ടൈം എടുത്ത് ആൻസർ ചെയ്യുക. അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് റിലേറ്റഡ് ആണ്, നിങ്ങളുടെ ഇമോഷണൽ റിലേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അത് ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടാണ്, എവിടെയാണ്, ഏതാണ് ഇപ്പൊ ഞാൻ ഏത് ഇമോഷനിലാണ് കിടക്കുന്നത്, ഞാൻ ഇപ്പൊ ആൻഷ്യസ് ആവാനുള്ള കാരണം എന്തെന്നൊക്കെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? ദെൻ എല്ലാം ഇതുപോലെ വീൽസ്, ഇമോഷണൽ വീൽസ് എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഹാപ്പി എടുത്തോ, സാഡ് എടുത്തു നോക്കാം. അപ്പം ലോൺലി, ഐസൊലേറ്റഡ്, അതായത് ഞാൻ ഐസൊലേറ്റഡ് ആണെങ്കിൽ ലോൺലി ആണ്. അപ്പൊ അത് എന്തിലേക്ക് നയിക്കും? സാഡ് ആവാനുള്ള കാരണമാവും. അപ്പൊ നമ്മളിപ്പോ ലോൺലി ആണെങ്കിൽ ഈ വീൽ എടുത്ത് നോക്കാം. ഓക്കെ, വീൽ എവിടെയാണ് കിടക്കുന്നത്? അപ്പൊ ഞാൻ സാഡ് ആണ്. അങ്ങനെ ആ റിയലൈസേഷൻ നിങ്ങൾക്ക് കിട്ടും, എന്തിലേക്കുള്ളതാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വരും. അതാണ് ഇവിടെ അക്നോളജ്. ഇത് രണ്ടൊന്നല്ല, ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. ദെൻ ജസ്റ്റ് റിസർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, നിങ്ങൾക്കൊന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് റിലീസ്. ഇപ്പൊ എന്തായി, എന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി, എന്താണ് കാരണം, ഞാൻ ഇപ്പൊ ഇങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്താണ് മനസ്സിലായി, എന്റെ പാസ്റ്റിൽ ഉണ്ടായി എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സോൾവ് ചെയ്യപ്പെടാത്ത ഇമോഷൻ ക്ലട്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അവ സോൾവ് ചെയ്യപ്പെടില്ല, മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ ഇത് മനസ്സിലായി, ഇനി അതിനെ സോൾവ് ചെയ്യണം. നമ്മളുടെ ഉള്ളിൽ നിന്ന് എത്രയും ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യണം. കാരണം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇത് വെച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരമില്ല, ദോഷമല്ലാതെ. ഇത് പിന്നീട് കെട്ടിക്കിടക്കുമ്പോൾ ലേറ്റർ നമ്മളുടെ ഫിസിക്കൽ സിംറ്റംസിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങും. ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ എപ്പോ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ, ഇപ്പൊ ഒരു വ്യക്തിയാണ്, റിസൾട്ട്മെന്റ് ആണ്, ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ പ്രശ്നമാണെങ്കിൽ ആ ആ പ്രശ്നം നടന്ന അറ്റ് ദ മൊമെന്റ്, ആ മൊമെന്റിൽ തന്നെ, അല്ലെങ്കിൽ ആ മൊമെന്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പാടും ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ ഇഷ്ടംപോലെ മെത്തേഡ് ഉണ്ട്. ഇഷ്ടംപോലെ അങ്ങനെയല്ല, എന്നാലും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ആ ഫോട്ടോ നിങ്ങൾ നോക്കുക ഒന്ന്, അത് കത്തിക്കുന്നതാണല്ലേ കാണുന്നത്. നിങ്ങൾ എന്താണെന്ന് അറിയോ, ഒരു പേപ്പർ എടുക്കുക, ഒരു പെൻ എടുക്കുക. എന്നിട്ട് ഇപ്പൊ ഒരു വ്യക്തിയോടുള്ള പ്രശ്നമാണ്, ഫോർഗീവ്നെസ് എന്നാണ് കേട്ടോ ഇത് പറയാം, ഒരു വ്യക്തിയോടുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ദെൻ ആ വ്യക്തിയെ മുന്നിൽ കാണാം, എന്നിട്ട് എഴുതുക ഡിയർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, എന്നിട്ട് ഒരു കോമ ഇടാം, എന്നിട്ട് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ആ വ്യക്തി എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടോ, അത് ക്ലിയർ കട്ടായിട്ട്, അതായത് നിങ്ങൾ ഒന്നും കൂടി ആ ഇമോഷനെ അറിയണം, മനസ്സിലാക്കണം. നിങ്ങൾ ആ ഇമോഷൻസിലൂടെ ഒന്നും കൂടി കടന്നു പോകണം. അന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ കരയണം അയാൾ ആ ചെയ്തത് വെച്ചിട്ട്. കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മാത്രമേ നമ്മൾ ആ ഇമോഷൻ ക്ലട്ടറിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. ദെൻ ഇതിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം എഴുതിക്കൊണ്ട് നിങ്ങളുടെ ഉണ്ടാകുന്ന പാസ്റ്റിലുള്ള പല കാര്യങ്ങളും പെട്ടെന്നൊന്നും റിലീസ് ചെയ്ത് പോവില്ല. അറ്റ്ലീസ്റ്റ് 7 days കേട്ടാ, മിനിമം. മാക്സിമം നിങ്ങൾക്ക് എത്ര 100 days ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ചോയ്സ് എന്നല്ല, നിങ്ങൾക്ക്, അതായത് ഇത് നമ്മൾ എഴുതൂലേ, ഈ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതുന്നു. നോക്കാം, നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് എഴുതി പോവാണ്. എഴുതിപ്പോയി ലാസ്റ്റ് എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഒരു വ്യക്തിയും എന്ത് ചെയ്യില്ല, അയാള് അറിഞ്ഞ്, ഇപ്പൊ അറിഞ്ഞോണ്ടായിക്കോട്ടെ, സാരമില്ല, നമുക്ക് നമ്മളെ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അത് എഴുതുമ്പം ലാസ്റ്റ് എഴുതുക, നിങ്ങൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്ത് തരാണ്. എന്തിനാണ് ഫോർഗീവ് ചെയ്യുന്നത്? അയാൾക്ക് ഇതല്ല, അതിന് പകരം നമ്മൾക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ ആ ലക്ഷ്യം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്ത് തരാണ്. ആൻഡ് ലവ് യു ആൻഡ് താങ്ക് യു. എന്താണ്, ചിലപ്പോൾ ഉണ്ടല്ലോ, ഒരാൾ നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ ചെയ്തത് കൊണ്ട് നമ്മൾ നല്ല ലെവലിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ എന്ത് പ്രശ്നം ലൈഫിൽ ഉണ്ടാകുമ്പോ അതിനെ ഗ്രേറ്റ്ഫുൾ ആയി കാണാൻ, അത് ഞാൻ ലാസ്റ്റ് പറയും. അത് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഡെഫിനറ്റ്ലി, ഐ പ്രോമിസ് യു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ എഴുതി അങ്ങനെ ഇങ്ങനെ ചെയ്തതിൽ ഞാൻ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്തിരുന്നു, താങ്ക് യു, ലവ് യു ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം, ലവ് യു ആൻഡ് താങ്ക് യു അതൊക്കെ എഴുതാം. അപ്പൊ അത് എഴുതി ഫൈനലി ഈ സാധനം ഉണ്ടല്ലോ ചുരുട്ടുക. ഒന്നിക്കെ ചുരുട്ടിയിട്ട് കളയാം, അല്ലെങ്കിൽ ഇത് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കത്തിക്കുക എന്നുള്ളതാണ്. ഇത് കത്തിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ 2 കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, കത്തിക്കുമ്പോൾ ഈ പേപ്പർ അങ്ങ് എന്താവും, കഴിഞ്ഞു പോകും. അപ്പം എൻ്റെ ആ പ്രശ്നത്തെ, ആ വലിയ പ്രശ്നത്തെ ഞാൻ കത്തിക്കുന്നു കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കണം എന്ത്, ആ പ്രശ്നം അങ്ങ് ഇല്ലാണ്ടായി എന്നുള്ള പ്രോസസ്സ് നമ്മൾ അവിടെ മീനിങ് ചെയ്യണം. രണ്ടാമത്തെ, കത്തിക്കുമ്പോൾ തീ വരും അല്ലേ, എൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പ്രകാശം ഉണ്ടായി, അതായത് പ്രശ്നം ഒരു പ്രകാശമായി മാറി എന്നുള്ളൊരു മീനിങ് നമ്മൾ മനസ്സിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന 7 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പ്രശ്നത്തിന് സൊല്യൂഷൻ തന്നാൽ നടക്കും. എന്നുള്ള ഈ പാസ്റ്റിലുള്ള പല കാര്യങ്ങളും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ലൈഫിനെ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി കണ്ടോളും. ഓക്കെ, അതാണ് ഇവിടെ റിലീസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 3, ബൗണ്ടറീസ്. ഇനി ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ശരിയാക്കി, എല്ലാം ഓക്കെ ആയി, പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവന്നു. ഇനി എന്താ വേണ്ടത്, വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ പാടില്ല അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബോയും ഉണ്ട്, ഒരു മെയിലുണ്ട്, ഒരു ഫീമെയിൽ ഉണ്ട്. അപ്പൊ മെയിൽ എന്താ പറയുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ എല്ലാ പ്ലാൻസും എനക്ക് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ അതിന്റെ അടിയിൽ നോക്ക്, ആ ഫീമെയിലിന്റെ ആദ്യം പണ്ടുണ്ടായ റെസ്പോൺസ് ആണ് അതിൽ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം ആ ഫീമെയിൽ പറയാണ്, നിങ്ങളാണ് ശരി, എന്നാ പിന്നെ ഞാൻ എൻ്റെ എല്ലാം റീഷെഡ്യൂൾ ചെയ്യാം, എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റാം. പക്ഷെ ആടെ ഹാപ്പി എന്നല്ല അത് പറയുന്നത്, പേടിയോടെയാണ് പറയുന്നത്. ആൻഷ്യസ് സ്പേസ് ആടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ ഇപ്പൊ മാറി. ഇപ്പൊ എന്താണ് ആളുടെ റെസ്പോൺസ് എന്താണ്, സ്നേഹം എന്ന് പറയുന്നത് എന്റെ കമ്മിറ്റ്മെന്റ്സിനും കൂടി റെസ്പെക്ട് കൊടുക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആടെ എന്തുണ്ടാവാണ്, ചില കാര്യങ്ങളിൽ നമ്മൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ലൈഫിലെ ചേഞ്ചസ്, അതായത് കുറച്ച് കോൺഫിഡന്റ് ആവാൻ, കുറച്ച് നമ്മളെ ബിൽഡ് ചെയ്യാൻ. നമ്മളാണ് എല്ലാത്തിനും കേന്ദ്രം. നമ്മളിൽ നിന്നാണ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എവിടെ പോയാലും നമുക്കാണ് എല്ലാ എഫക്റ്റും വരിക. സോ നമ്മൾ ആദ്യം നമ്മളെ ശരിയാക്കി എടുക്കാതെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസൾട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല.
അപ്പൊ ചിലയിടത്ത് നമ്മൾ നോ പറയേണ്ടി വരും. അപ്പൊ നോ പറയുമ്പോൾ എന്താ ചെയ്യാ? എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന്, പക്ഷെ എൻ്റെ സിറ്റുവേഷൻ വെച്ച് എനിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന തീരുമാനം ഇതാണ്. അത് കൈൻഡ് ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ തെറിച്ച് പറയണമെന്നൊന്നും എവിടെയും പറയില്ല. നിങ്ങളുടേതായ റെസ്പെക്റ്റോട് കൂടി നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ അല്ലേ? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തതിൽ? ക്ലിയർ ചെയ്യപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം കേട്ടോ. ആരും ഇല്ല, എല്ലാവരും പോയാ? ഓക്കെ, ക്ലിയർ. താങ്ക് യു സോ മച്ച്. അടുത്തതിലോട്ട് ഞാൻ പോട്ടെ. 4ാമത്തെ സ്റ്റെപ്പാണ് റീഫ്രെയിം. ഞാൻ പറയട്ടെ, നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും പലതും വിളിച്ചിട്ടുണ്ടാവും. നീ അങ്ങനെയല്ലേ, നീ തടിച്ചല്ലേ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കൊള്ളൂല, നീ എന്താണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് ഫ്രെയിംസ് യൂസ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ കുറിച്ച്. അത് അവർക്കും അതിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിച്ചത്. അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യൂലല്ലോ. അപ്പോ ആ തോട്ട്സ് ചെറുപ്പത്തിലേ കേട്ട് വളർന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവില്ല. നമ്മൾ ഇനിയിപ്പോ വലിയ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഫ്രെയിം ആയിരിക്കും ഫസ്റ്റ്. ഓ ഞാൻ അങ്ങനെയല്ലേ, എന്നാ പിന്നെ വേണ്ട, ഒഴിവാക്കാം, അങ്ങനെ വിചാരിക്കും. പക്ഷെ അതിന്റെ ആവശ്യത്തിന് പകരം നമ്മൾ എന്ത് ചെയ്ത് പഠിക്കുക? ആ തോട്ട്, ആ ഫ്രെയിമിനെ റീഫ്രെയിം ചെയ്യുക. ഇവിടെ നോക്ക്, ഈ നോബഡി വിൽ എവർ ലവ് മീ എന്ന് പറഞ്ഞ ഒരു ഫ്രെയിമാണ് ആ കുട്ടീൻ്റെ ഉള്ളിലുള്ള. അതെന്ത് ചെയ്യാണ്? ആ കുട്ടി റീഫ്രെയിം ചെയ്യാണ്. ലവ് സ്റ്റാർട്ട്സ് വിത്ത് സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ്. സെൽഫ് ആക്സെപ്റ്റൻസിലൂടെയാണ് എൻ്റെ സ്നേഹം, മറ്റുള്ളവരല്ല. ആദ്യം ഞാൻ എന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് സ്നേഹം വരുന്നത്. അത് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വേർഡ്സിന്റെ പ്രത്യേകത വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ഫോർഗീവ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള ഫ്രെയിം ഉണ്ടാവുമല്ലോ, വേർഡ് സെന്റൻസ്, അത് ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ ഇടക്കിടക്കേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ആ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് അത്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ റീഫ്രെയിം ചെയ്യാം. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ഞാൻ ആദ്യം നോക്കുക. ഐ റൂയിൻ എവറിത്തിങ് ഐ ടച്ച്. ഞാൻ തൊടുന്നതെല്ലാം കൊളാക്കിയെന്ന്. പക്ഷെ മിസ്റ്റേക്സ് ആർ ഹൗ ഐ ലേൺ. ഇതൊക്കെ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് പോലുള്ള ആപ്സിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ അതിങ്ങനെ നോക്കാം, അത് വായിക്കാം. അപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് മാറും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോൾ മാറാണ്, അങ്ങനൊന്നല്ല. നമ്മൾ റിപ്പീറ്റഡ്ലി, നമ്മൾ അഫർമേഷൻ എന്ന് പറയും, റിപ്പീറ്റഡ്ലി അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, റീഫ്രെയിം മനസ്സിലായോ? ദെൻ 5ാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഫീൽ. ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പാസ്റ്റൊക്കെ ക്ലിയർ ആയി വന്നു, നിങ്ങൾ ഓക്കെ ആയി. ദെൻ ഇനി എന്ത് നടക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോവില്ല. പ്രോബ്ലംസ് നമുക്ക് ആവശ്യമായോണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് തരുന്നത്. ഓക്കെ, വലിയൊരു നിങ്ങൾക്ക് ഏറ്റവും വലിയ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ വേൾഡ് ഫുള്ള് എന്താ പറയാ, കറങ്ങുക എന്നുള്ളതാണെങ്കിൽ ആ വേൾഡ് ഫുള്ള് കറങ്ങാനുള്ള ഒരു മെന്റാലിറ്റിയും ഒരു കപ്പാസിറ്റിയും എനർജിയും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അത് ആവുമ്പോൾ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഇട്ട് തന്നാലേ അത് തരണം ചെയ്ത് നിങ്ങൾക്ക് പോകാനുള്ള ഒരു എനർജി ഒക്കെ വരുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പ്രോബ്ലം. അല്ലാണ്ട് ആ പ്രോബ്ലം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ഫുൾ അങ്ങ് ഉടച്ച് കൈ തരലല്ല വേണ്ടത്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ഫേസ് ചെയ്യുക. അപ്പൊ അത് തന്നാൽ അത് വന്ന് അങ്ങ് പോയിക്കോളും. നമ്മ അതിന് ചിലപ്പോൾ കുറച്ച് ഹാർഡ്നെസ് ഉണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് എൻ്റെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഇത്രയും വലിയ പ്രശ്നം വന്നത്. നിങ്ങളുടെ ലക്ഷ്യം വലുതാവും തോറും
പ്രശ്നവും വലുതാവും. കാരണം ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇത്ര വലിയ പ്രശ്നത്തെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു ഗോഡ് ഫോർ ഗിവിങ് ദിസ് പ്രോബ്ലം. എന്താ അത് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. നമുക്ക് ഇപ്പൊ ചെയ്യാം പ്രോബ്ലം തരുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡോ? പക്ഷെ അങ്ങനെയല്ല, ആ പ്രോബ്ലം തരുന്നതിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം മുതൽ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നുണ്ടോ, അതൊക്കെ പലതും ഉണ്ടല്ലോ, നിങ്ങളുടെ പല ആൾക്കും നടന്നിട്ടുണ്ടാവും, നമ്മൾ കാണാനിട്ടാണ്. അപ്പൊ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതിനെല്ലാം എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ എന്താ പറയാ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവുന്നോ അത്രയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ക്രിയേറ്റ് ഗുഡ് മെമ്മറീസ്. അത് വലിയ സംഭവമാക്കി ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ചെറുപ്പത്തിൽ നമ്മൾക്ക് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ചെയ്യും. അതല്ലെങ്കിൽ ചില സാധനം കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് തരാൻ പറ്റുന്നതിൽ നമുക്ക് തന്നെ കൊടുക്കുക. ചില മെമ്മറീസ് ഉണ്ടാക്കുക. ഇപ്പൊ ചിലർക്ക് കടലിലെല്ലാം പോയിരുന്നാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കടലിൽ തീരത്തൊക്കെ പോയിരുന്നാൽ മൈൻഡ് ഒന്നിങ്ങനെ എന്താന്നറിയാം വലിയ സംഭവം അങ്ങ് പോകുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ അവിടെ പോയി ഇരിക്കുന്നതാണെങ്കിൽ അതാണ് ഹാപ്പിനെസ് എങ്കിൽ ആ മെമ്മറിനെ ക്രിയേറ്റ് ചെയ്യാം. അതൊന്നും വലിയ പണിയുള്ള കാര്യമല്ല അല്ലേ? അപ്പൊ അത്തരത്തിൽ നമ്മുടെ ലൈഫിനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്തായി, മനസ്സിലായല്ലോ? ഇനി ഞാനൊരു എക്സസൈസും കൂടിയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആയി. അപ്പൊ ആ എക്സസൈസിലേക്ക് ഒന്ന് റെഡി ആയിരിക്കുക. റെഡി ആയെങ്കിൽ റെഡി എന്ന് പറഞ്ഞ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. റെഡി ആണെങ്കിൽ ഒന്ന് റെഡി ഒന്ന് കമന്റ് ബോക്സിലൊന്ന്, ചാറ്റ് ബോക്സിലൊന്ന്, കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ, സോറി, ചാറ്റ് ബോക്സിലൊന്ന് യെസ് ഐ ആം റെഡി ഒന്ന് ഉത്സാഹിച്ച് പറയൂ. അല്ലെങ്കിൽ വോയിസ് ആയാലും പറയാട്ടോ. ഒന്ന് പറഞ്ഞേ, യെസ് ഐ ആം റെഡി. Yes, I am ready. Yes, I ഓക്കെ, am താങ്ക് ready. യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. എന്താ വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസ്. ഓക്കെ, റെഡിയാണ്. അപ്പോളേ ഇത് വലിയ സംഭവമല്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു എക്സസൈസ് ആണ്. മെഡിറ്റേഷനൊക്കെ ലൈഫിൽ കൊണ്ടുവന്നാൽ നല്ല ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. സോ റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ദെൻ നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് അടക്കുക പതുക്കെ. എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. ഒന്ന് മുറുക്കി ഇരിക്കാതെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ജസ്റ്റ് ഇരിക്കുക. എൻ്റെ കണ്ണുകളൊന്ന് പതിയെ അടക്കുക. ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തു, എന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. ദെൻ റിലീസ്. ആ ബ്രീത്തിനെ ഒന്ന് വിടുക. ഒന്നും കൂടി ചെയ്യുക അതുപോലെ. ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ഓൺ, റിലീസ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക്, നിങ്ങളുടെ മൈൻഡിലേക്ക് പതുക്കെ ഒരു ബലൂൺ അങ്ങ് കടത്തിവിടുക. ബലൂണിന് റീക്രിയേറ്റ് ചെയ്യുക. ബലൂണ് വരുന്നു, ആ ബലൂൺ ഇങ്ങനെ വീർത്തൊരു ബലൂണായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയാം, നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും അതിലേക്ക് അങ്ങോട്ട് കയറ്റുന്നതായിട്ട് സങ്കല്പിക്കാം. ആ ബലൂണിലേക്ക് നിറക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ, ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആ ബലൂണിലേക്ക് നിറച്ചു. ദെൻ ആ ബലൂണ് ഞാൻ പറയുന്ന ലെറ്റ് ഗോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആ ബലൂണിനെ അങ്ങ് അഴിച്ചു വിടുക കേട്ടോ. ഓക്കെ, റെഡി, ലെറ്റ് ഗോ. Then you release all your problems. എല്ലാ പ്രശ്നത്തെയും അങ്ങ് റിലീസ് ചെയ്യുക. മൈൻഡ് ഒന്ന് കാമാക്കി വെക്കുക. ദെൻ ഒന്നും കൂടി ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ഓൺ, റിലീസ്, ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, റിലീസ്,
ഞാൻ 3, 2, 1 എന്ന് പറയുമ്പോൾ കണ്ണുകൾ പതുക്കെ ഒന്ന് തുറക്കട്ടോ. 3, 2, 1. എല്ലാവരും പ്രസന്റ് മൊമെന്റിലേക്ക് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാട്ടോ. അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൂമെന്റ്. നിങ്ങൾക്ക് സ്വയം പറയാം. ഈ മൊമെന്റിൽ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ, ബ്രീത്തിങ് ചെയ്യാൻ പറ്റിയല്ലോ. ബിഗ് തിങ്. നിങ്ങളുടെ എല്ലാം ഉണ്ട്, ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോയില്ലേ? ഇല്ലല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഫൈൻ, താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ലൈഫിൽ ഇത് കൊണ്ടുപോകണം കേട്ടോ. യു ആർ നോട്ട് യുവർ പാസ്റ്റ്. യുവർ ഹേർട്ട് ഡിസേർവ്സ് സ്പേസ് ടു ബ്രീത്ത്. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളുടെ ഹൃദയത്തെ ഡീക്ലട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് കൊണ്ടുപോയത്. അതിൽ നമ്മൾ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇമോഷണൽ ക്ലട്ടർ എന്ന് ഞാൻ നിങ്ങൾക്ക് നന്നായി പറഞ്ഞിട്ടുണ്ട്. ആ ക്ലട്ടർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെ, ആ ക്ലട്ടറിനെ ഡീക്ലട്ടർ ചെയ്യേണ്ട പ്രോസസ്സിലേക്ക് പോയി. അതിൽ 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്നോളജ് ചെയ്യുക, റിലീസ് ചെയ്യുക, ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക, റീഫ്രെയിം ചെയ്യുക, ഫിൽ ചെയ്യുക. ഈ 5 പ്രോസസ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ലൈഫ്. നിങ്ങളത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം എന്നും വെക്കട്ടോ. ഡ്രീം മനസ്സിലാക്കുക. ദെൻ നിങ്ങൾ ഈ പ്രോസസ്സ് എന്നും കൊണ്ടുപോവുക. പ്രശ്നങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ ആരടുത്തു നിന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോവുക. ഇത് ലൈഫിൽ കൊണ്ടുവെക്കുക. സ്ക്രീൻഷോട്ടെങ്കിലും എന്തെങ്കിലും എടുത്തു വെക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് എനിക്ക് ഉപകാരപ്പെടും, ഒരു സംശയമില്ല. ഓക്കെ, എൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. നിങ്ങൾക്ക് Q&A സെഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് പറയാം. അതിന് മുന്നേ ഞാൻ വിക്ടോറിയ ട്രെയിനിങ് ഹബിലെത്തിയ ഒരു പ്രോസസ്സും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ദിസ് വിക്ടോറിയ ടീം, ലൈല മാം ആൻഡ് റസീന മാം. ആക്ച്വലി ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്തത്. ഹർഷിത മാം ഒന്ന് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഇനി വീഡിയോയിൽ ഒന്നുകൂടെ എല്ലാവർക്കും കാണണ്ടേ ഇത് ആരാണ് ഇത്രയും നേരം ക്ലാസ് എടുത്തതെന്ന്. സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ അല്ലേ? കാണുന്നതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈല മാം ആൻഡ് റസ്ന മാം, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ, എന്താ പറയാ, സപ്പോർട്ട് ഫോർ ദിസ്. ഇവരെ ലൈല മാമിന്റെ ആയാലും റസ്ന മാമിന്റെയും ഈ ഒരു ഡിസിഷൻ ടു ട്രെയിൻ, ഒരു ട്രെയിനേഴ്സിനെ മേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് താങ്ക്ഫുൾ, എനിക്ക് എത്രത്തോളം താങ്ക് യു അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്യാണ് ചെയ്തത്, എൻ്റെ പാത്ത് എന്ന് പറയുന്നത് ട്രെയിനിങ് ഫീൽഡ് ആണെന്ന് റിയലൈസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഓക്കെ, ട്രെയിനിങ് പാത്താണ് എൻ്റെ പാത്ത്. അപ്പം ഞാൻ അതിന് മുന്നേ ഞാൻ ട്രെയിനർ ആവാനും ഞാൻ പല പയറ്റുകളും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ സെഷൻസ് എടുക്കാൻ നോക്കി പാളിപ്പോയി, കോൺഫറൻസ് ഒക്കെ അങ്ങ് പോയി, ഫുൾ ഒന്നും പറയണ്ട അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പല പ്രാവശ്യം ചെയ്തു, ഞാൻ പാളി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ലൈല മാമിനെ ഐ ന്യൂ ബിഫോർ. മാമിനെ എനിക്ക് ഓൾറെഡി പരിചയമുണ്ടായിരുന്നു. അപ്പോൾ മാം ഇപ്പോൾ ലിങ്ക് അയച്ചു, പക്ഷെ ഞാൻ അറിയുന്ന പോലും ഇല്ല മാം ഇങ്ങനെ സെഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു ലിങ്ക് ഇങ്ങനെ അയച്ചത്, ഞാൻ റാൻഡം ആയിട്ട് ഇങ്ങനെ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തു. അപ്പോഴാണ് നോക്കുമ്പോൾ ട്രെയിനിങ് ഫീൽഡ്. ഓ മൈ ഗോഡ്, എനിക്കത് ഭയങ്കര ഒരു
ക്ലിക്ക് ചെയ്ത് ഇത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, എന്ത് സംഭവിച്ചാലും സാറില്ല, എന്തായാലും ഞാൻ ചെയ്യും എന്നുള്ളതാണ്. കാരണം എനിക്ക് വേണ്ടതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു, നമുക്ക് സെഷൻസ് ഉണ്ടായി. ഓരോ സെഷൻസിലും ഓക്കെ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഉള്ളിൽ ഉണ്ടായത്. ചില ലിങ്ക്സ് ഒക്കെ മാം ഇങ്ങനെ വീഡിയോസ് സെൻഡ് ചെയ്ത് തരും. അപ്പൊ നമുക്കൊരു ഐഡിയ വരും, ഓക്കെ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ, നമുക്ക് ഈ ഐഡിയ ഒന്നും ഉണ്ടായില്ലല്ലോ, നമുക്ക് ചെയ്യും. അതിപ്പോ കണ്ടന്റ് ക്രിയേഷൻ തൊട്ട് നമുക്കുള്ള എന്താണ് പോസ്റ്റ്, എനിക്ക് ചിലയിലൊക്കെ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷെ ഡീറ്റെയിൽ വേർഷൻ ഇത് ഇങ്ങനെയാണ്, ഈ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ളത് മനസ്സിലായത് ഈ സെഷൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ട്രെയിനിങ് ഫീൽഡിൽ ഞാൻ ഓക്കെ ആണ്, ഞങ്ങൾക്ക് ഐ ആം എ ട്രെയിൻ എന്നുള്ളൊരു ബോധത്തിലാണ് എനിക്ക് വന്നത്. ട്രെയിനിങ് ഫീൽഡിലേക്ക് ജോയിൻ ചെയ്യാൻ വിക്ടോറിയ എഡ്യു ഹബിലേക്ക് വന്ന ശേഷമാണ്. ദെൻ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ എൻ്റെ പാത്തും ഇത് തന്നെയല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ടു വിക്ടോറിയ എഡ്യു ഹബ് വേർത്താണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മണിക്ക്. എനിക്ക് അതിലൊന്നും പറയില്ല. അത് കാരണം എനിക്ക് ഇന്ന് ഞാൻ ഓക്കെ ആയി സംസാരിക്കുന്നത്, നിങ്ങളോട് ചിരിച്ച് തമാശ ഒക്കെ പറഞ്ഞ് എൻ്റെ ടോണൊക്കെ ശരിയാക്കി ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദം. എനിക്ക് അതിൽ ഒരു സംശയമില്ല. ആൻഡ് യാ താങ്ക് യു എവറി വൺ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, എൻ്റെ ക്ലാസ് കേട്ട റെസ്പോണ്ട് ചെയ്ത ഓരോ വ്യക്തികൾക്കും, എനിക്കും എൻ്റെ പാരൻസിനും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ, വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഹർഷി. താങ്ക് യു. ഒന്നും പറയാനില്ല, ആ വോയിസിൽ തന്നെ ഉണ്ട് എല്ലാ സന്തോഷവും. ഞാൻ വിചാരിച്ചു ഇന്ന് നിർത്തൂലേ, ഇത് പറ്റി സന്തോഷം അങ്ങ് മുന്നോട്ട് പോകുമോന്ന്. എനിക്കുണ്ടായിരുന്നു ഇത് ഞാൻ അവൾ കടന്നു പോവോ എന്നൊരു ഡൗട്ട് താങ്ക് യു എനിക്കുണ്ടായിരുന്നു. സോ മച്ച് ഡിയർ. എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കാരണം ഡീക്ലട്ടർ യുവർ ഹാർട്ട് Yeah, എന്ന് പറഞ്ഞത് definitely. എല്ലാവർക്കും എന്താ മനസ്സിലായെന്ന് നമുക്ക് നോക്കാലോ. എനി ഡൗട്ട്സ്? Yeah. എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റെസ്പോൺസ് ആയാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനിക്ക് പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. കോൺഫിഡൻസ് ആണ് ഹർഷിത മാം. എന്ത് സംശയങ്ങളും ചോദിച്ചോളൂ, അതാണ്. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. I Proud to be prepare the for that. trainer. ലൈല, ഒരു കുറച്ച് ട്രെയിനർ എന്നുള്ള രീതിയിൽ, ട്രെയിൻ ചെയ്ത ആൾ എന്നുള്ള രീതിയിൽ ലൈലയാണ് നിന്റെ ബാക്കിൽ. മെയിൻ ട്രെയിനർ ലൈലയാണ്. കുറച്ചു സപ്പോർട്ട് നേരത്തെ പറഞ്ഞില്ലേ, ഈ നിമിഷത്തിന് വേണ്ടി, ഈ നിമിഷം കിട്ടിയതിന് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എങ്ങനെ, ഐ ജസ്റ്റ് ഡോണ്ട് നോ, ഐ എം ഫീലിംഗ് സോ 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 സത്യം ഹാപ്പി. പറഞ്ഞാല് ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായ സമയത്ത് പിടിച്ചു നിന്ന അർഷിയുടെ കോൺഫിഡൻസും സപ്പോർട്ട് കൊടുത്ത Thank ഓഡിയൻസും, അതാണ് റിയലി ഗ്രേറ്റ്. you. അപ്പൊ ഒരു ഡൗട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ബൗണ്ടറിനെ പറ്റി പറയാമോ ഹർഷി? Yeah, definitely. Okay. ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറച്ച് അതിങ്ങനെ കേട്ട് നമ്മൾ കുറേ നമ്മൾ കേൾക്കുന്നുണ്ട് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് എടുക്കണ്ട. നമുക്ക് പറയാനുള്ള കാര്യം ഇപ്പം ആസ് എ പേഴ്സൺ എനിക്ക് ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ഓക്കെ അല്ലാത്ത, ഞാൻ കംഫർട്ടബിൾ അല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ്, അപ്പൊ ഹസ്ബൻഡിനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. അപ്പൊ ചിലത് നമ്മൾ വല്ലാണ്ട് അങ്ങ് എഫക്ട് ചെയ്യുന്ന ചില നമ്മളുടെ ഇഷ്ടമില്ലായ്മകളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പം എന്താ പറയാ അപ്പൊ ഇപ്പൊ ഒരു ഇൻസിഡന്റ്, ഇപ്പം ഈ ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിൽ ചുളിഞ്ഞിട്ടുള്ളത്, ആസ് എ പേഴ്സൺ എനിക്ക് ഈ ബോട്ടിൽ ചുളിയുന്നത് ഇഷ്ടമല്ലാന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഇത് ചുളിച്ചതെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഓക്കെ കുഴപ്പമില്ല കേട്ടോ, സാരില്ല എന്ന് പറയും അല്ലേ. പക്ഷെ നമ്മൾ എന്ത് പറയണം,
ആ, ഇത് ഇപ്പൊ ചെയ്തത് കുഴപ്പമില്ല, പക്ഷെ എനിക്കിതിങ്ങനെ ചുളിക്കുന്നത് തീരെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ്, എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല എന്ന്, പക്ഷെ എനിക്ക് ഈ അങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ചുളിച്ച് ഞാൻ നീറ്റാക്കി കൊണ്ടുപോകുന്നോണ്ടാണ് എനിക്കതങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുള്ളത്. വളരെ പൊളൈറ്റായിട്ട് ഹെൽത്തി ബൗണ്ടറീസ് വെക്കണം, പൊളൈറ്റായിട്ട് പറയാം. ഇപ്പൊ നമ്മളെ മക്കളായാലും വളർന്നു വരുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു അവർ ഓരോന്ന് പഠിച്ചതാണ്. അപ്പം അവരിങ്ങനെ വിളിച്ചു വാരി ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളത് ചെയ്യുന്നത് എന്താണ് അത് ക്ലീനിങ് നമ്മൾ ഇപ്പൊ ഉമ്മാക്ക് ഇഷ്ടമില്ല അത് അവിടെ ഇടണം എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരിൽ നമ്മള് ഹെൽത്തി ആയിട്ട് പൊളൈറ്റ് ആയിട്ട് നമ്മളെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ആദ്യ ബൗണ്ടറീസ് കഴിക്കുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവേണ്ടായിട്ടില്ല. ലേറ്റർ ഐ റിസർച്ച് ഓൺ ഇറ്റ് ആൻഡ് ഐ റിയലൈസ് ദിസ്. എനിക്കിതാണ് മനസ്സിലായത്. ഹെൽത്തി ആയിട്ട് ബൗണ്ടറീസ് നമ്മൾ എപ്പോഴും ചെയ്യുക, എനിക്കത് ഇഷ്ടമല്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചൂണ്ടിക്കാണിക്കുക ചെയ്യുക. പക്ഷെ നോട്ട് ലൈക്ക് ദാറ്റ്. എന്താ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതിലാണ് കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഹേർട്ട് ആയിക്കൊണ്ടേയിരിക്കും എന്തിനാണെങ്കിലും. ഇപ്പൊ എന്നോടാണെങ്കിലും നിങ്ങളാരെങ്കിലും പറഞ്ഞു പറയാൻ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് നമുക്ക് ഞാൻ വെറുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി. പക്ഷെ നമ്മൾ പറയാ നിങ്ങൾക്ക് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, പക്ഷെ ഇതിങ്ങനെയാണ് സംഭവം എന്നുള്ളത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബൗണ്ടറീസ് വെക്കാം. അതെ, റിലേഷൻഷിപ്പ്. അർഷി ഇപ്പോ ചെയ്ത ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറഞ്ഞത് അത് പേഴ്സണൽ ലൈഫിലെ ബൗണ്ടറി സെറ്റിംഗാ. ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോസ് ഉണ്ടാവും, എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പണി തരും. നന്നായി പണിയെടുക്കുന്നുണ്ടല്ലോ, കൊള്ളാം, പണി കഴിഞ്ഞോ നോക്കി മറ്റേ കുപ്പിന്ന് വന്ന ഭൂതം പോലെ നമ്മൾ പണിയെടുക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ പടച്ചോനെ ബോസ് അല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നിട്ട് എന്റെ തലവിധി എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കുകയായിരിക്കും. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് അതേ ബോസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സർ, അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഞാൻ അതും നിങ്ങളിപ്പോൾ ഏൽപ്പിച്ച ആ കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വാരിക്കോരി എന്തൊക്കെയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ അത്ര വൃത്തിയാവില്ല. ഇൻസ്റ്റഡ് നമുക്കിത് നാളെ ചെയ്താലോ, ഇല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിച്ചാലോ, ചിലപ്പോ നമ്മളെ പണി പോവും, ചിലപ്പോ അങ്ങനെ ചെയ്ത പണി പോകും. പക്ഷെ ആ അല്ല പണി പോയിക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം അല്ല നമ്മളെ ഹാമ്യത്തിൽ ചെയ്യാൻ അല്ല പാടില്ലല്ലോ. അവിടെയാണ് ഇപ്പൊ ഹർഷി പറഞ്ഞ ആ ഒരു ടോൺ യൂസ് ചെയ്ത് സംസാരിക്കണം. അതായത് സാറേ നമ്മൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലാണ്ടാവൂലേ, അപ്പൊ അതിലും നല്ലത് നമ്മൾ ഇത് പിന്നീട് ചെയ്യുന്നല്ലേ, നാളെ ചെയ്താൽ മതിയോ, അത് മറ്റു വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, ഇത് ഇപ്പൊ തന്നെ തീർക്കേണ്ട സംഭവം ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ബോസിന് അയ്യോ, ക്വാളിറ്റിയിൽ പണി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്ര നല്ല ജോലിക്കാരിയാണോ പടച്ചോനെ എനിക്ക് കിട്ടിയത്, നല്ല ക്വാളിറ്റിയിൽ മതി, മോളിത് നാളെ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ബോസ് അങ്ങനെ ക്വാളിറ്റി ഒന്നും വേണ്ട, നീ അങ്ങ് ചെയ്തിട്ട് വന്നേ, അങ്ങനെ ഒരു ബോസും പറയാൻ പോകുന്നില്ല. അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൗണ്ടറി സെറ്റിംഗ്. ഇൻസ്റ്റഡ് നമ്മളെല്ലാവരും പേടിച്ചിട്ട് ഉള്ള പണി മൊത്തം ചെയ്ത് വീട്ടിലും വന്നിട്ട് പണിയെടുക്കും, രാത്രിയും പണിയെടുക്കും, രാവിലെയും പണിയെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസം കൊണ്ട് ആ ജോലിനെ മതിയാവും. ഇൻസ്റ്റഡ് നമ്മൾ നല്ല ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്താൽ നമുക്ക് കുറേ നാൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഈ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും എവിടെയായാലും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ബൗണ്ടറി എന്ന് പിടികിട്ടിയോ? ആരാ ചോദിച്ചേ? ആശി. മനസ്സിലായത് വിചാരിക്കുന്നു. ഇനി എന്താണ് ഡൗട്ട്? നോ ഡൗട്ട്സ്? ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് എങ്ങനെ പറയാനുണ്ടോ? നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയൂ. മാം ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മ ഫോർഗീവ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു പേഴ്സൺ നമ്മളെ വേദനിപ്പിച്ച് നമ്മ എല്ലാം ഫോർഗീവ് ചെയ്ത് കൊടുത്ത് അഗെയിൻ ദാറ്റ് പേഴ്സൺ തന്നെ നമ്മളെ പിന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മളെ ഇമോഷൻസ് അപ്പൊ ഡൗൺ ആവില്ലേ എന്ന്? അപ്പോഴും നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുകയാണോ വേണ്ടത്? അപ്പോഴും ഫോർഗീവ് ചെയ്യണം. അതായത് നമ്മളെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, നമ്മള് ചിന്തിച്ചു വെക്കുകയാണ് എന്താണോ, നമ്മൾ ആ പ്രശ്നം ഫോർഗീവ് ചെയ്യുമ്പോൾ വീണ്ടും ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കും, അത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യില്ല. അതായത് ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ ആദ്യം ഫോർഗീവ് ചെയ്തു, എൻ്റെ ആ വ്യക്തിയോട് ആ സമയത്ത് എനിക്ക് തോന്നിയ ആ ഫീലിങ്സിനെ ഞാൻ ക്ലിയർ ചെയ്തു.
പിന്നെ ആ വ്യക്തിയോട് അത് ക്ലിയർ ആവുന്നവരെ നമ്മൾ ഫോർഗീവ് ചെയ്യണം കേട്ടോ. അതായത് എനിക്ക് ആ വ്യക്തിയോട് ആ സമയത്ത് തോന്നിയത്, ഇപ്പം ദേഷ്യമാണ് എനിക്ക് തോന്നിയത്, പകയാണ് എനിക്ക് തോന്നിയതെങ്കിൽ ഞാൻ എഴുതി എഴുതി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി, നമ്മൾ ആ ഫീലിങ്സോട് എഴുതി എഴുതി കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് പോകുന്ന വരെ കൊണ്ടുവരണം. അതായത് നിങ്ങൾ എപ്പോൾ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫീലിങ്സ് ഉള്ളിൽ നിന്ന് പോകുന്നത്, ആ പോകുന്നത് വരെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കണം. ആ എഴുതി അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് റിയലൈസ് ആവും, എന്തറിയോ, ആ വ്യക്തി ഇപ്പൊ എന്ത് ചെയ്താലും എനിക്ക് വലിയ പ്രശ്നമല്ല, അത് ആ വ്യക്തിക്കുള്ളൊരു എന്താണ് പ്രശ്നമാണ്. അപ്പൊ അത് നമുക്ക് കൊള്ളൂല. നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന അയാൾ ചെയ്യാനായിട്ട് തോന്നൂല. അത് ഒന്നാമത്തത്. കാരണം ഇത് മോർ അബൌട്ട് മൈൻഡാണ്, അത് കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട ഏരിയയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രം ദ എന്താ എസ്കേപ്പ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഇപ്പൊ റിലീസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഇപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന മൊമെന്റിൽ നിങ്ങൾക്ക് ആ ഇമോഷൻസ് കട്ടാവും. ആ ഇമോഷൻസ് കട്ടായി വീണ്ടും ആ വ്യക്തി റിപ്പീറ്റ് ചെയ്യൂല. അത് ഒന്നാമത്തത്. ഇനി റിപ്പീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയോടുള്ള ഇമോഷൻസ് മാറ്റുന്നുണ്ട്. ആ ഇമോഷൻസ് കളഞ്ഞ് ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾ റീഫ്രെയിം ചെയ്യണം പല ഫ്രെയിംസും. ഇപ്പൊ ആ വ്യക്തിയോട് തന്നെ അയാൾ അങ്ങനെയാണെന്നുള്ളൊരു ഫ്രെയിം ഇല്ലേ, അയാളുടെ പേഴ്സണാലിറ്റി പറയണം. അതായത് ഓരോ വ്യക്തിനെ റെസ്പെക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഇപ്പൊ എന്റെ ക്യാരക്ടർ നിങ്ങളുടെ ഒരു ക്യാരക്ടർ. അപ്പൊ ഞാൻ നിങ്ങ എന്താ അങ്ങനെ എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് അവരുടെ ഭാഗത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളത് റിയലൈസ് ആവുന്നില്ല. ദെൻ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി ഓക്കെയാണ്, ദെൻ അവരുടെ പേഴ്സണാലിറ്റി അവർക്കൊരു വേറെ പേഴ്സണാലിറ്റി ആണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് എഴുതി എല്ലാം ചെയ്ത് റീഫ്രെയിം ചെയ്ത് ആ 5 പ്രോസസ് നമ്മൾ കേൾക്കുന്നില്ല. കടന്നു പോയിട്ടുണ്ടെങ്കിൽ. കേൾക്കുന്നില്ല? മൈക്ക് മുട്ടായെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ. ഇതെനിക്ക് കേട്ടില്ല, ഇപ്പൊ കേട്ടെന്ന്. ആ മാമ ഓക്കെ. പറഞ്ഞു. നെറ്റ്വർക്ക് കുറച്ച് കുറച്ച് ചലഞ്ചിങ് ലോ ആണെന്ന് ആ, തോന്നുന്നു. ആ അതുകൊണ്ടാണ്. വീഡിയോ ഓഫ് ചെയ്തോ, വീഡിയോ ഓഫ് ചെയ്തോ. ആ അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ 5 പ്രോസസ്സും കടന്നു പോയതിനു ശേഷം നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ കാണുകയാണുണ്ട്, എന്താ സംഭവിക്കുകയെന്ന് വെച്ചാല് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എന്തൊരു അത്ഭുതമാണെന്ന്. കാരണം നമ്മൾ എപ്പോ അയാൾ അങ്ങനെ ആവണമായിരുന്നു എന്ന് ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് അയാൾ ആയി മാറും. അതായത് ഈ ഫീലിങ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഈ ഫീലിങ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ വ്യക്തിനെ പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ആ ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. അത്രത്തോളം നമ്മളിത് ഫോർഗീവ് ചെയ്യണം, എഴുതിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ 7 ഡേയ്സ്, ചിലപ്പോൾ 7 ഡേയ്സ് ഒന്നും പോരായിരിക്കും. നല്ല ഡീപ്പായിട്ടൊരു വ്യക്തി നമ്മോട് എന്തെങ്കിലും ചെയ്താണെങ്കിൽ 7 ഡേയ്സ് ഒന്നും പോരാ. അത് 21 ഡേയ്സ് ആക്കി നോക്കുക, ദെൻ 100 ഡേയ്സ് ആക്കി നോക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ആ പെർട്ടിക്കുലർ ഇമോഷൻ അയാളിൽ നിന്ന് പോകുന്നത്, ഇതിപ്പോ അയാൾ രണ്ടാമത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങളുടെ ഉള്ളിൽ ആ ഇമോഷൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് അയാളെ കാണുമ്പോൾ ആ നെഗറ്റീവ് ഇമ്പാക്ട്, ആ കണക്ഷൻ അട്രാക്ട് ചെയ്യും, വീണ്ടും ആ വ്യക്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ദെൻ നമ്മൾ റീഫ്രെയിം ചെയ്യണം, റീസെറ്റ് ചെയ്യണം. എന്ത് ഇയാളെന്താ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം അത് അയാളുടെ പേഴ്സണാലിറ്റി ആണ്, അത് അയാളുടെ ക്യാരക്ടർ ആണെന്നുള്ള ഒരു സെന്റൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എന്നാല് ഇങ്ങനെ സ്റ്റെപ്സ്, ആ 5 സ്റ്റെപ്സ് നമ്മൾ എടുത്ത് കഴിയണം, എങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ പറയുന്ന ചേഞ്ചസ് നമുക്ക് കാണും. ചേഞ്ചസ് ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ, അതിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോളൂ. ഐ പ്രോമിസ് യു. എന്താ നിങ്ങൾ എന്നോട് വന്നിട്ട് പറയും, നിങ്ങൾ അന്ന് പറഞ്ഞു തന്നത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നു അങ്ങനെ പറയും. ഇയാൾക്ക് മനസ്സിലായി തോന്നുന്നു, എവിടെയെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ മനസ്സിലായി. ഓക്കെ. താങ്ക് യു. പകുതി കിട്ടിയിട്ട് നിങ്ങൾ വീണ്ടും അയാൾ അങ്ങനെ കാണിക്കുന്നു പറയുന്നതിന് അർത്ഥമില്ല കേട്ടോ. കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് ആ ഫീലിങ്സ് അയാളിൽ നിന്ന് പോകണം. പിന്നെ നമുക്ക് അയാളുടെ ഒരു പ്രശ്നമായിരിക്കില്ല. അയാൾക്ക് അയാൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. എല്ലാം നമ്മളാണ് പ്രശ്നം, നമ്മളുടെ ഉള്ളിലാണ് കുഴപ്പങ്ങൾ. ഇതിപ്പോ എനക്കടക്കം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ ഉള്ളിലാണ് ഈ പേടിയെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മളെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളിലാണ്. നമ്മളെ ചേഞ്ച് ചെയ്യാതെ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റൂല. ഓക്കെ.
ഐ ഹോപ്പ് ക്ലിയർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? ഫർസാന മാം എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഫർസാന മാം എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നോ? ചോദിക്കാനല്ല, ഫീഡ്ബാക്ക് പറയാൻ വന്നതാ. പറയൂ. എനിക്ക് കറക്റ്റ് കോട്ട് ഓർമ്മയില്ല, പക്ഷെ ഗുഡ് ലീഡേഴ്സ് ഹൂ മേക്ക് മോർ ലീഡേഴ്സ് എന്നുള്ളൊരു സംഭവമില്ലേ, അതേപോലെ ഒരു കോമ്പറ്റീച്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണിട്ടോ ഈ അഷ്ടമേ. സൂപ്പർ, അടിപൊളി, ഓസം. പറയാനെടുക്കുന്ന വിഷയമായിക്കോട്ടെ, പറഞ്ഞ രീതി ഇൻഡെപ്ത് ആണ്. അതെ, ഫ്രം ഹാർട്ട് എന്തൊക്കെയാ മൂപ്പർ ഇതുപോലെ ഇതിനെ കുറെ പയച്ചതുകൊണ്ടും പിന്നെ നമ്മളെ റിട്ടോറിയുടെ തത്വം ഒക്കെ കൂടെ അങ്ങ് സൂപ്പർ ആയിരുന്നു സംഭവം. അടിപൊളി. താങ്ക് യു സോ മച്ച് മാം. കൺഗ്രാറ്റ് എല്ലാവർക്കും. താങ്ക് യു. താങ്ക്സ് സിനമ ആൻഡ് അർഷിത, ഓൾ ടീംസ്. താങ്ക് യു സോ മച്ച്. അർഷിയുടെ താങ്ക് യുവിലാണ് ആ റിയൽ ഫീൽ കിടക്കുന്നത് അല്ലേ? ഇറ്റ്സ് എ ലോട്ട് ടു മീ. എന്റെ കുറേ വർഷത്തെ എന്താ പറയാ, ആഗ്രഹം. ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹാപ്പി. ഇത് വെട്ടോറി So എജു ഹബില് happy. നടന്നല്ലോ. യെസ് ശൈല മാം, എന്തോ ചോദിക്കാനുണ്ടോ? പിന്നെ മരിച്ചുപോയവരാണെങ്കിലോ? ഓ, കേട്ടില്ല. മരിച്ചുപോയവരാണെങ്കിലോ? Forgive ഡെഫിനറ്റ്ലി യു ചെയ്യണം. ക്യാൻ Forgive them. ഫോർഗീവ് ചെയ്യാൻ പറ്റും. ഫോർഗീവ്നെസ് എഴുതുക, അപ്പൊ ലാസ്റ്റ് എഴുതുക, നിങ്ങൾ ഇന്ന് എന്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന് ഇല്ല, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും ഇങ്ങനെ എന്താ ഫോർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് തരുന്നു എന്ന് നമ്മൾ പറയില്ലേ, അത് അങ്ങനെ എഴുതുക. ചെയ്തത് ഫുള്ള് എഴുതണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. ഫുള്ള് എഴുതി നമ്മൾ ഒന്നും കൂടി അവർ ചെയ്തതൊക്കെ കടന്നു പോണം. എന്നിട്ട് നമ്മൾക്ക് ആ സമയത്ത് ചിലപ്പോൾ കരച്ചിൽ വരുന്ന ആൾക്കാരുണ്ട്, ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട്, സങ്കടങ്ങൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അത് അങ്ങനെ ഫുള്ള് നമ്മൾ കടന്നു പോയി അവസാനം ഞാൻ നിങ്ങളെ ഇന്നും റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ തോന്നുന്നത് അറ്റ് എൻഡ്. അപ്പൊ അതങ്ങനെ എഴുതാം. നിങ്ങൾ ഇത്രയും ചെയ്തു, പക്ഷെ പലതും പരസ്പരം അറിയാതെയും അറിഞ്ഞും ചെയ്ത സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നു. ഇനി അവര് പുറത്തു തരുന്ന ആലോചിക്കാനുണ്ടാ നിങ്ങള്. അവർക്കാണ് നമുക്കാണ് പുറത്തു തരണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ നമ്മൾ എഴുതിക്കോ. അവർ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ നോക്കണ്ട. പ്ലീസ് ഫോർഗീവ് മീ, ഞാൻ ഇത് ചെയ്തല്ലോ എന്ന് നിങ്ങൾ പിന്നെ ആലോചിച്ചാൽ മതി. അതായത് ഞാൻ ഇത് ചെയ്തല്ലോ, അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അത് പോവും, തന്നാലത് പോവും. പക്ഷെ അവര് ചെയ്യാനാണെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ. ഒന്ന് പുറത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ താങ്ക് യു, ലവ് യു, അങ്ങനെ റെസ്പെക്ട് യു, അങ്ങനെ അത് അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഈ പ്രശ്നങ്ങൾ ഫുള്ള് എഴുതുക, ദെൻ പിന്നെ അങ്ങോട്ട് 21 പ്രാവശ്യം അങ്ങ് നമ്പർ ഇട്ടിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, അങ്ങനെ ചെയ്യാം. താങ്ക് യു സോ മച്ച്. എഴുതാൻ നല്ലത് ഒന്നും എന്തോ കൂടി നോക്കിയോ? മോർണിംഗിലാണോ എഴുതാൻ നല്ലത്, അതെ നൈറ്റിലാണോ? നൈറ്റിലാണ് ബെറ്റർ. കാരണം ഇത് കുറച്ച് ഇമോഷണലി ഉള്ള കളിയല്ലേ. നമ്മൾ മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാ, നൈറ്റിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല, കുറച്ച് മുന്നേ ആയിട്ട് എഴുതുക, ഇത് കത്തിച്ച് കളയാ. ഓക്കെ, കിടക്കാൻ പോകുമ്പോൾ ഉറങ്ങിയല്ലോ ഫുള്ള് നമ്മള്, ഒരു ഡേയുടെ എൻഡ് അല്ലേ, അപ്പൊ അതങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ കത്തിച്ച് കളയാ. ദെൻ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ല ബെറ്റർ ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ദെൻ സ്ലീപ്പ്. രാവിലെ എണീക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, അഗൈൻ ലൈഫ് മൂവ് ചെയ്യുക. നിങ്ങൾ ലൈഫ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പല ആഗ്രഹിച്ച സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ മീനിങ് ഉണ്ടാവണം എന്നാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ മീനിങ് ഇല്ലാതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. മീനിങ്ങോടുകൂടി മാറണം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്യാം. യാ, അതാണ്, എല്ലാത്തിനും ഒരു ഇന്റൻഷൻ ആണ്. എന്താണോ ഇന്റൻഷൻ അത് നടക്കും. ക്ലാസ് ആയിരുന്നു. സാബിറ മാം എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കേൾക്കാല്ലേ? സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതാണ്. താങ്ക് യു.
വേറെ ആർക്കെങ്കിലും? നല്ല ക്ലാസ്, അടിപൊളി ക്ലാസ്സാ. പിന്നെ കുറച്ച് ഭാഗം കേൾക്കുവാനായുള്ളൂ. ഉള്ളുണ്ടേനു, പക്ഷെ അടുക്കളയിലായിപ്പോയി. ഓക്കെ. റെക്കോർഡ് ഉണ്ടാവും ഇതിന്റെ. റെക്കോർഡ് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇൻഷാല്ല നമ്മൾ ഇന്ന് ഒരുപാട് ടൈം എടുത്തിട്ട്, എന്തുകൊണ്ടാണെന്നറിയോ, ഇന്നത്തെ ടോപ്പിക് അത്രയും ഇൻഡെപ്ത് ടോപ്പിക്കാ. അപ്പൊ അത് അങ്ങനെ PDF ഷെയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഗ്രൂപ്പില്? PDF അർഷിത? Yeah, definitely. I shared. ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മളെ ടോപ്പിക് ഭയങ്കര ഇൻഡെപ്ത് ടോപ്പിക് ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതലായത് സെഷൻ. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും വിലപ്പെട്ട ഒരു നോളജ് തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് കിട്ടിയിരിക്കുന്നത്. ഓൾ ആർ സ്പെഷ്യലി മീ. എനിക്ക് സത്യം പറഞ്ഞാല് തീരല്ലേ വീണ്ടും ഞാൻ ഇവിടെ ഇരിക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഐ എം ഫീലിംഗ് സോ ഹാപ്പി, സോ ഗ്രേറ്റ്ഫുൾ ടു എവ്രി വൺ. ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച് എവരിബഡി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ട്രെയിനർ ആവണം, ഇതേപോലെ നിങ്ങളുടെ ഉള്ളിലും എന്തോ ഒരു കഴിവ് കിടക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കും. ഇന്ന് അർഷിക്ക് നല്ലൊരു സന്തോഷമായിരിക്കും, കാരണം എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന കുറേ നോളജ് ഉണ്ട്, എനിക്കൊന്ന് പുറം ലോകത്ത് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചത്. അത് ഇത്രയും കുറച്ച് പേർക്കെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു കംപ്ലീറ്റ് ഗ്രേറ്റ്ഫുൾനെസ് അർഷിയുടെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാം അല്ലേ? അപ്പോ ആ ഒരു സന്തോഷം നിങ്ങൾക്കും നേടിയെടുക്കാം, കാരണം എവ്രിബഡി ഹാവ് ദിയർ ഓൺ തിങ് ടു ബി ടോട്ട് ടു അതേഴ്സ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഉണ്ടാവും, നിങ്ങൾക്ക് മാത്രം അറിയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ എത്തിക്കാനും നിങ്ങൾക്കും ട്രെയിനർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത ബാച്ച് വരുന്നത് മെയിലാണ്. മോസ്റ്റ് പ്രോബ്ലി മെയ് ഫസ്റ്റ് വീക്കാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ സീ മൈ സ്ക്രീൻ. അർഷി കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. മീൻസ് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ ടോപ്പിക്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ട്രെയിനർ ആവേണ്ടത്, അതിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ ട്രെയിനർ ആവേണ്ടത് മാത്രമല്ല, നിങ്ങൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും എത്രത്തോളം നിങ്ങൾ പഠിക്കാനുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അർഷി സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ കണ്ടിട്ടില്ല, ആ ഒരു വോയിസ് മോഡുലേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫീലിംഗ്, ആ ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കും ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. അത് ത്രൂ നിങ്ങൾ എങ്ങനെയാണ് അതൊരു വരുമാന മാർഗമാക്കാൻ പറ്റുക നോക്കുക. ഓക്കെ, അതിൻ്റെ പർപ്പസോട് കൂടി വരുന്നവർ നാച്ചുറലി അതിലേക്ക് തന്നെ പോകും. അപ്പോൾ ഓൾ ദീസ് തിങ്സ് ആർ പ്രാക്ടീസ് ഹിയർ. സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ബിക്കം എ ട്രെയിനർ, നമ്മളുടെ കോഴ്സ് റെഡിയാണ്. മെയ് മാസത്തിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ച് 8 വേറെ ആരാ ഇവിടെ ഉള്ളത്? ബാച്ച് 9 ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ബാച്ച് 9 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാച്ച് 10 അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ചാറ്റ് ബോക്സിൽ നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഒരുപാട് സന്തോഷമുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് പോലും മനസ്സിലാത്ത സ്ഥിതിയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് നൗ. താങ്ക് യു സോ മച്ച് എവരിബഡി ഫോർ ഹാവിങ് us in front of you. Thank you so much, Arshi, for all your time and effort and being such a beautiful trainer. Thank you. I'm feeling proud of myself Thank and you, you. ma'am. Thank you so much. Love Thank you. you. Thank Love you. you all. Thank you. Bye. Good night. താങ്ക് യു മാം. പറയൂ. തെളിയിച്ചിരിക്കുക. ഇതുപോലെ ട്രെയിനർമാരെ വാർത്തെടുക്കാൻ നിങ്ങളുടെ കഴിവ്. കൺഗ്രാറ്റുലേഷൻസ്, ബെസ്റ്റ് വിഷസ്. റസിന, യു ആർ ആൾസോ ഓക്കെ. Thank you so much. Thank you. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇന്നേക്ക് ഇത്ര മാത്രം. ഇനിയും ഇതേപോലെ നമ്മൾ ട്രെയിനേഴ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. Good night.